പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ജിയോഗ്രഫിയിലെ NTPCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ സെഷനിൽ നമ്മൾ കുറേയധികം ഭാഗങ്ങൾ, വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ, ഇന്ത്യയിലെ ഹയസ്റ്റ് പീക്കുകൾ ഏതെല്ലാമാണ്, ആ രീതിയിലേക്കുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ, അത് പർവ്വതനിരകൾ, ഹിമാലയാസിൻ്റെ ഭാഗങ്ങൾ, അങ്ങനെ നോർത്തേൺ മൗണ്ടൻ റേഞ്ചുകൾ, അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മളങ്ങനെ പഠിക്കുകയുണ്ടായി. ആ കാര്യങ്ങൾ കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടാകും എന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഇന്ത്യൻ ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്താനായിട്ട് പോകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് കൂടുതലായിട്ട് നമ്മൾ ഏതിലാണ്? ഇന്ത്യൻ ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലായിരിക്കും ഇന്ന് നമ്മൾ ശ്രദ്ധ ചെലുത്താനായിട്ട് പോകുന്നത്. നമ്മളുടെ ലാൻഡ് ഫോമുകളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചില കാര്യങ്ങളായിരിക്കും ഇന്നത്തെ ക്വസ്റ്റ്യൻസിൽ കൂടുതലും നമ്മൾ കാണാനായിട്ട്, ഈ സെഷനിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇന്നത്തെ ഈ സെഷനിലെ ആദ്യ ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം. എന്താണ്? നോക്കൂ, ഇവിടെ ആദ്യമായി ചോദിക്കുന്നത് വിച്ച് റിവർ ഈസ് അസോസിയേറ്റഡ് വിത്ത് ധുവാന്ധർ ഫാൾസ്? എന്താണ് ചോദ്യം? ധുവാന്ധർ ഫാൾസ് ആയി ബന്ധപ്പെട്ട നദി ഏതാണ് എന്നതാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ചോദ്യം. ആൻസറുകൾ ഏതൊക്കെയാണെന്ന് നോക്കൂ, ഓപ്ഷൻസ് ഏതിലേക്കാണെന്ന് നോക്കൂ. താപി, മഹാനദി, നർമ്മദ, കാവേരി എന്നിങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമുക്ക് തന്നിട്ടുള്ളത്. അതായത് വാട്ടർഫാൾസും അതുപോലെ തന്നെ ഏതും തന്നിരിക്കുകയാണ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില നദികളും. ഇത് സ്ഥിരമായിട്ട് വരുന്ന ഒരു ചോദ്യമാണ് എന്ന കാര്യം കൂട്ടുകാരാദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ എന്തെല്ലാമാണ് പ്രധാനപ്പെട്ട ചില വാട്ടർഫാൾസിൻ്റെയും അവ ഏത് നദിയുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളൊരു പട്ടിക നമ്മളിവിടെ, സെലക്റ്റഡ് വാട്ടർഫാൾസ് ചിലതിൻ്റെ ഒരു പട്ടിക നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അതെന്ത് ചെയ്യുക? കൂട്ടുകാരന് ഒന്ന് മനസ്സിലാക്കാനായിട്ട്, പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നോക്കൂ, ഇത്ര മാത്രമല്ല വാട്ടർഫാൾസ് ഉള്ളത്, ഇതിന് പുറമേയും വാട്ടർഫാൾസ് ഉണ്ട്. പക്ഷേ നമ്മളിപ്പോൾ നടത്തുന്നത് ഒരു ക്ലാസ് അല്ലല്ലോ, നമ്മളത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ നമ്മൾ നടത്തുന്ന കാരണം നമുക്ക് എന്തുണ്ട്? പരിമിതികളുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മൾ വളരെ പ്രധാനപ്പെട്ട ചില വാട്ടർഫാൾസും അവ ഏത് റിവറിലാണ് എന്നത് നമ്മൾ ചില സെലക്റ്റഡ് വാട്ടർഫാൾസിൻ്റെ കാര്യങ്ങൾ നമ്മളിവിടെ പറയുകയാണ്. ശ്രദ്ധിക്കൂ ഏതൊക്കെയാണെന്ന്. ഏതാണ്? കുഞ്ചിക്കൽ വാട്ടർഫാളാണ് ഒന്നാമതായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുഞ്ചിക്കൽ വാട്ടർഫാൾ നിങ്ങൾക്ക് അറിയാം എവിടെയാണ്? കർണാടകയിലെ ഏതാണ്? ഷിമോഗ ഡിസ്ട്രിക്റ്റിലാണുള്ളത്, അല്ലേ? ഷിമോഗ ഡിസ്ട്രിക്റ്റിലാണ് ഏതുള്ളത്? കർണാടകയിൽ ഈ കുഞ്ചിക്കൽ വാട്ടർഫാൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ കുഞ്ചിക്കൽ വാട്ടർഫാൾ എന്ന് പറയുന്നത് ഏതാണ്ട് 455 എത്രയാണ്? 455 മീറ്ററാണ് ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ട് കൂട്ടുകാർക്ക്? അങ്ങനെ കുഞ്ചിക്കൽ വാട്ടർഫാളാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരമേറിയിട്ടുള്ള വാട്ടർഫാളായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഇത് ഏത് റിവറിലാണ്? അത് വരാഹി റിവറിലാണ് ഈ കുഞ്ചിക്കൽ വാട്ടർഫാൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അപ്പോൾ കുഞ്ചിക്കൽ വാട്ടർഫാൾസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു കൂട്ടുകാരെ? കുഞ്ചിക്കൽ വാട്ടർഫാളാണ് ഏറ്റവും ഉയരമേറിയ വാട്ടർഫാൾ, 485 മീറ്റർ ഹൈറ്റ് ഉണ്ട്. ഇത് കർണാടകയിലെ ഷിമോഗ ജില്ലയിലാണ്, ഷിമോഗ ഡിസ്ട്രിക്റ്റിലാണ് നമുക്ക് ഈ കുഞ്ചിക്കൽ വാട്ടർഫാൾ കാണാൻ സാധിക്കുന്നത്. കുഞ്ചിക്കൽ വാട്ടർഫാൾ വരാഹി നദിയിലാണ് എന്തുള്ളത്? നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ അതിരപ്പള്ളി, നമുക്ക് വളരെ എളുപ്പമായിട്ടുള്ളൊരു കാര്യമായി തോന്നുമെങ്കിലും അതിരപ്പള്ളി ഇടയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിക്കാറുണ്ട്. നമ്മളെപ്പോഴും പറയും ഹൈ ബജറ്റ്, ബിഗ് ബജറ്റ് ചിത്രങ്ങളിൽ ക്യാമിയോ റോൾ ചെയ്യുന്ന ഒരാളാണ് അതിരപ്പള്ളി വാട്ടർഫാൾ എന്ന് പറയും. വളരെ വലിയ വലിയ ചിത്രങ്ങളിലൊക്കെ, ഇപ്പോൾ മണിരത്നത്തിൻ്റെയൊക്കെ വലിയ പ്രധാനപ്പെട്ട എല്ലാ ചിത്രങ്ങളിലും അതിരപ്പള്ളി എന്തുണ്ടാകും? ഒരു ഭാഗത്ത് തീർച്ചയായിട്ടും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിരപ്പള്ളി അതുകൊണ്ട് തന്നെ ഒരു നാഷണൽ ലെവലിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള എന്തും കൂടിയാണ്, ഒരു വെള്ളച്ചാട്ടം കൂടിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അത് എവിടെയാണ്? അത് ചാലക്കുടി റിവറിലാണ്, തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി റിവറിലാണ് ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? ഇത് കേരളത്തിലെ ലാർജസ്റ്റ് വാട്ടർഫാളാണ് ഈ ഒരു അതിരപ്പള്ളി വാട്ടർഫാൾ എന്നുകൂടി എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. അതിൻ്റെ ഒരു ഷേപ്പ് കാരണം, അതായത് വളരെ ലാർജാണ്, അല്ലേ? ഒരുപാട്, ഇവിടെ ഒരു ചാട്ടമുണ്ട്, ഇപ്പുറത്തെ മറ്റൊരു ചാട്ടമുണ്ട്, ഇവിടെ ചെറുതായിട്ട് വന്ന് മറ്റൊരു ചാട്ടമുണ്ട്, അങ്ങനെ വലിയൊരു ഒഴുകി വന്നിട്ട് ചാടുന്ന ഒരു വലിയൊരു ഏരിയ കവർ ചെയ്തുകൊണ്ട് ചാടുന്ന ആയതുകൊണ്ട് തന്നെ ഇതിനെ ഏത് പേരിൽ കൂടി വിളിക്കാറുണ്ട്? ഈ ഒരു നമ്മളുടെ അതിരപ്പള്ളിയെ, അത് നയാഗ്ര ഓഫ് ഇന്ത്യ എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. എന്താണ്? നയാഗ്ര ഓഫ് ഇന്ത്യ എന്ന പേരിൽ കൂടി ആരറിയപ്പെടുന്നുണ്ട്? നമ്മളുടെ ചാലക്കുടി റിവറിലെ ഈ ഒരു അതിരപ്പള്ളി വാട്ടർഫാൾ അറിയപ്പെടുന്നുണ്ട് എന്ന കാര്യം ചെയ്യുക കൂട്ടുകാർ, ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? സംശയങ്ങളില്ലല്ലോ? അപ്പോൾ അതിരപ്പള്ളി അങ്ങനെ തീർന്നു. ഇനി ഏതാണ്? ജോഗ് വാട്ടർഫാളാണ് അടുത്ത് നമ്മൾ കാണുന്നത്.
ഏതാണ്? ജോഗ് വാട്ടർഫോൾ. ഇതുപോലെ തന്നെ വളരെയധികം പ്രശസ്തമായിട്ടുള്ള ഏതാണ്? ഒരു വാട്ടർഫോൾ തന്നെയാണ് ഇതെന്ന് കൂട്ടുകാർക്കറിയാം. ഇത് ഏത് നദിയിലാണ്? ശരാവതി നദിയിലാണ്. പല തവണയായിട്ട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം കൂടിയാണ്. ഏത് നദിയിലാണ്? ശരാവതി നദിയിലാണ് എന്ന കാര്യം ചെയ്യുക, കൂട്ടുകാർ മനസ്സിലാക്കുക. ഇത് ഏതാണ്? ശിവമോഗ ഡിസ്ട്രിക്റ്റിലാണ് ഇതുള്ളത്. എവിടെയാണുള്ളത്? ശിവമോഗ ഡിസ്ട്രിക്റ്റിൽ തന്നെയാണ് ഇത് ജോഗ് ഫാൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്ന കാര്യം കൂട്ടുകാരെന്ത് ചെയ്യുക, മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ ആണല്ലോ, സംശയങ്ങളില്ലല്ലോ. അടുത്തതിലേക്ക് പോവുകയല്ലേ. അടുത്ത ഏതാണ്? ധുവാന്ധാർ വാട്ടർഫാൾ. ഇതാണ് നമ്മുടെ ചോദ്യം ഉണ്ടായിരുന്നത് അല്ലേ. നമ്മൾ ഈ ചോദ്യത്തിൽ നിന്നാണ് തുടങ്ങിയത്. ധുവാന്ധാർ വാട്ടർഫാൾ എവിടെയാണെന്ന് അറിയോ കൂട്ടുകാരെ? അത് നർമ്മദാ നദിയിലാണ്. ഇത് മധ്യപ്രദേശിലാണുള്ളത്. നർമ്മദാ നദി മധ്യപ്രദേശിലൂടെ ഒഴുകിയിട്ടാണല്ലോ അത് ഗുജറാത്തിലേക്ക് അവസാനം കടക്കുന്നത്. മധ്യപ്രദേശിലൂടെ ഒഴുകുമ്പോഴാണ് ഇത് ധുവാന്ധാർ വാട്ടർഫാൾ നമുക്ക് ലഭിക്കുന്നത്. മനസ്സിലാവുന്ന കൂട്ടുകാർക്ക് ഈ ധുവാന്ധാർ ഫാൾസ് ചോദിക്കാൻ കാരണം എന്താണെന്ന് അറിയോ കൂട്ടുകാർക്ക്? കാരണം ഇത് ഒഴുകുന്നത് എവിടെയാണ്? ഇത് ഒഴുകുന്നത് അല്ലെങ്കിൽ ഈ ധുവാന്ധാർ വാട്ടർഫാൾ വന്ന് വീഴുന്ന അതിൻ്റെ ആ ഭാഗങ്ങളിൽ ആ ഭാഗം മാർബിൾ റോക്സിന് ഭയങ്കര ഫേമസ് ആണ്. എന്താണ് അവിടെ? മാർബിൾ റോക്സ് എന്താണ്? വളരെ ഫേമസ് ആണ്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? ഈ മാർബിൾ റോക്സിൽ കൂടെയാണ്, അതായത് ഈ ഒരു നർമ്മദാ റിവർ എന്ത് ചെയ്യുകയാണ്? അതിൻ്റെ ഒന്ന് വീതി ഒന്ന് കുറഞ്ഞ് അത് വളരെയധികം പ്രശസ്തമായിട്ടുള്ള മാർബിൾ റോക്സ് എന്ന് പറയുന്നൊരു വലിയൊരു ഭാഗമുണ്ട്. ആ ഭാഗത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ധുവാന്ധാർ വാട്ടർഫാളായിട്ട് വന്ന് വീഴുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ധുവാന്ധാർ വാട്ടർഫാൾ, ആ പ്രത്യേകത കാരണമാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ചോദ്യങ്ങളിലെത്തി ധുവാന്ധാർ വാട്ടർഫാൾ ഇടയ്ക്കിടയ്ക്ക് വന്നു ചേരുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? എവിടെ വെച്ചാണ്? മധ്യപ്രദേശിലാണ് ഈ ഭാഗം എന്ന് കൂടി മനസ്സിലാക്കുക. ജബൽപൂർ എന്ന് പറയും. മധ്യപ്രദേശിലെ എവിടെയാണതുള്ളത്? ജബൽപൂർ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ജബൽപൂർ, മധ്യപ്രദേശിലെ ജബൽപൂരിലാണ് ഈ ഒരു വാട്ടർഫാൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാരെ? അതുപോലെ തന്നെ ഇവിടെ എന്താ പറയുന്നത്? ഈ വൈറ്റ് മാർബിൾ റോക്സ് എന്ന് പറഞ്ഞില്ലേ, ഇത് ഈ ചന്ദ്രൻ്റെ വെളിച്ചത്തിൽ ഇങ്ങനെ ഭയങ്കര വെള്ള നിറൽ ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ മാർബിൾ റോക്സിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ചിതറിത്തെറിച്ച് വീഴുന്നത് കാരണം തന്നെ എപ്പോഴും ആ ഭാഗം മുഴുവൻ ഇങ്ങനെ എന്താ പറയുക, മഞ്ഞ് മൂടിയ പോലെ, അതായത് ഇങ്ങനെ വെള്ളത്തുള്ളികൾ ഇങ്ങനെ നിറഞ്ഞിട്ട് മിസ്റ്റി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ ഭാഗം മുഴുവൻ എപ്പോഴും കിടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ മാർബിൾ റോക്സ്, ഈ മിസ്റ്റി ആയിട്ടുള്ള ഇങ്ങനെ വെള്ളത്തുള്ളികൾ ഇങ്ങനെ ചിതറി കിടക്കുന്നത് മൊത്തത്തിലൊരു എന്താണ്, ഒരു വെള്ളി കളറായിരിക്കും ആ ഭാഗം മുഴുവൻ. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ ഇവിടേക്ക് ഒരുപാട് ടൂറിസ്റ്റുകളെയും അട്രാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ധുവാന്ധാർ ഫാൾസ് പല തവണയായിട്ട് ക്വസ്റ്റ്യൻസിൽ വരാൻ കാരണം ഇത്തരത്തിലുള്ള എന്താണ് പ്രത്യേകതകളാണ് എന്നുകൂടി എന്ത് ചെയ്യുക കൂട്ടുകാർ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ. അടുത്ത ഏതാണ്? രാജ്രപ്പ ഫാൾസ് ആണ്. ഈ രാജ്രപ്പ ഫാൾസ് അടിസ്ഥാനപരമായിട്ട് ഈ ഭൈരവി റിവർ ദാമോദർ റിവറുമായിട്ട് ചേർന്നിട്ട് എന്ത് ചെയ്യുകയാണ്? ഇറ്റ് ഫാൾസ് ഡൗൺ. മനസ്സിലാവുന്നുണ്ടോ? എവിടെയാണത്? ജാർഖണ്ഡിലാണതുള്ളത്. എവിടെയാണ് കാണുന്നത്? നമുക്ക് ജാർഖണ്ഡ് സംസ്ഥാനത്തിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മനസ്സിലാവുന്ന കൂട്ടുകാർക്ക്? ഇതും എന്ത് ചെയ്യുക? ഓർക്കുക. അടുത്തത് ഹൊഗനക്കൽ വെള്ളച്ചാട്ടമാണ്. അടുത്ത ഏതാണ്? ഹൊഗനക്കൽ വെള്ളച്ചാട്ടമാണ്. ഹൊഗനക്കൽ വെള്ളച്ചാട്ടം വളരെയധികം ഫേമസ് ആണ് എന്ന് കൂട്ടുകാർക്ക് അറിയാം. ഇത് അടിസ്ഥാനപരമായിട്ട് തമിഴ്നാട് ബോർഡറിലേക്ക് എത്തുന്ന സമയത്താണ് ഇത് കാണുന്നത്. പക്ഷേ നമ്മൾ കർണാടക ജില്ലയിലായിട്ടാണ് കണക്കാക്കാറുള്ളത്. തമിഴ്നാട് ബോർഡറിൻ്റെ തൊട്ടടുത്താണ്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? കർണാടകയിലെ എവിടെയാണ് കാണുന്നത്? കർണാടകയിലെ ഒരു ചാമ്രജംഗർന്നോ അതോ എനിക്ക് കൃത്യമായിട്ട് എൻ്റെ പേര് മറന്നുപോയി. ഒരു ചാമ്രജംഗർന്നോ അങ്ങനെ എന്തോ വരുന്നതിൻ്റെ പേരുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ജില്ലയുണ്ട്. അതിൻ്റെ പേര് ഞാൻ പിന്നീട് നോക്കിയിട്ട് എപ്പോഴെങ്കിലും നിങ്ങളൊന്ന് കൺഫേം ചെയ്യുക. അത് എന്താ അതിൻ്റെ പേര്? ചാമ്രജംഗർന്നോ ചമർജംഗർന്നോ അങ്ങനത്തെ ഒരു പേരായിരുന്നു എൻ്റെ ജില്ലയ്ക്കുള്ളത്. ഏതാണ്ട് ആ ഭാഗത്തായിട്ടാണ് എന്തുള്ളത്? നമുക്ക് ഈ ഹൊഗനക്കൽ വെള്ളച്ചാട്ടം കാണാനായിട്ട് സാധിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഹൊഗനക്കൽ വെള്ളച്ചാട്ടവും എന്ത് തന്നെയാണ്? വളരെയധികം ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു വെള്ളച്ചാട്ടം തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ഏരിയ കൂടിയാണ് എന്ത് ചെയ്യുക കൂട്ടുകാരിത് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? ഇനി അടുത്ത ഏതാണ്? ചിത്രകൂട് വാട്ടർഫോളാണ്. അടുത്ത ഏതാണ്? ചിത്രകൂട് വാട്ടർഫോളാണ്. ചിത്രകൂട് വാട്ടർഫോൾ ഇന്ദ്രാവതി നദിയിലാണ്. ഇതും എന്താ പറയുക, പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് ചിത്രകൂട്. ഇന്ദ്രാവതി നദിയിലാണ്. സംസ്ഥാനം ഏതാണ്? ഛത്തീസ്ഗഡ് സംസ്ഥാനമാണ് എന്ന കാര്യം കൂടി കൂട്ടുകാർ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത ഏതാണ്? തീർത്ത്ഘർ വെള്ളച്ചാട്ടമാണ്. ഏതാണ്? തീർത്ത്ഘർ. അത് ഛത്തീസ്ഗഡിൽ തന്നെയാണ്. ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിൽ തന്നെയാണ്. കാംഘർ റിവറിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർത്ത്ഘർ എവിടെയാണ്? കാംഘർ എന്ന് പറയുന്ന
ഒരു നദിയിലാണ് എന്ത് കാണാൻ പറ്റുന്നത്, ഇത് കാണാൻ സാധിക്കുന്നതെന്ന് കൂട്ടുകാരൻ ചെയ്യുക, മനസ്സിലാക്കുക. ബാക്കി പല ആളുകളും ഇങ്ങനെ പല പല തട്ടുകളിലായിട്ട് ഇങ്ങനെ വെള്ളച്ചാട്ടമായിട്ട് വീഴുന്ന സമയത്ത് ഈ തീർത്ഥകർ ഒരു സിംഗിൾ ഡ്രോപ്പാണ് താഴത്തേക്ക് വരുന്നത്. മനസ്സിലാവുന്ന കൂട്ടുകാർക്ക് ഏതാണ്ട് 91 മീറ്റർ എങ്ങനെയാണ് 91 to 100 മീറ്ററിൻ്റെ അടുത്ത് എന്താണ് ഇത് മുകളിലൂടെ വന്നിട്ട് ഇത് ചെയ്യേണ്ട ഒരു ഒറ്റ ചാട്ടമാണ് താഴത്തേക്ക്. മനസ്സിലാവുന്നുണ്ട്. അല്ലാണ്ട് തട്ടിയിട്ട് എന്താണ് ഇങ്ങനെ ദൂദ്സാഗറൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, തട്ടി ഇങ്ങനെ പതഞ്ഞ് വരുന്നത്, അങ്ങനെയല്ല, ഒരൊറ്റ ചാട്ടമാണ് താഴത്തേക്ക്. അങ്ങനെയാണ് തീർത്ഥകർ ഫാൾസ് ഫേമസ് ആകുന്നത്. പിന്നെ ഏതാണ് ദൂദ് സാഗർ അല്ലേ. ദൂദ് സാഗർ നിങ്ങൾക്കറിയാം മാണ്ഡോവി റിവറിലാണ്. ഏത് ഭാഗത്തായിട്ടാണ്, ഏത് ജില്ലയിലാണ്, ക്ഷമിക്കണം, ഏത് സംസ്ഥാനത്തിലാണെന്ന് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ ഞാൻ വിശ്വസിക്കുന്നു. എവിടെയാണ് ദൂദ് സാഗർ കാണുന്നത്? ദൂദ്സാഗർ സ്റ്റേറ്റ് ഓഫ് ഗോവയിലാണ്. ദൂദ്സാഗർ സ്റ്റേറ്റ് ഓഫ് ഗോവയിലാണ് നമുക്ക് ദൂദ്സാഗർ കാണാനായിട്ട് സാധിക്കും. ദൂദ്സാഗർ വളരെയധികം ഫേമസ് ആണ് അല്ലേ. അപ്പോൾ മാണ്ഡോവി റിവറാണ് എന്നുള്ളതും ഗോവയിലാണ് എന്ന കാര്യം എന്ത് ചെയ്യുക, കൂട്ടുകാർ വളരെയധികം കൃത്യമായിട്ട് ആലോചിക്കുക. ഏതാണ്ട് 310 മീറ്റർ മുകളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ദൂദ്സാഗർ ഫാൾസ് താഴത്തേക്ക് വരുന്നത്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? വളരെ വീതിയേറിയ വളരെയധികം ഹൈറ്റ് കൂടിയ ഒരു ഫാൾസ് ആണ് എന്നുകൂടി എന്ത് ചെയ്യുക, കൂട്ടുകാർ ആലോചിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ആണല്ലോ. ഇത് ഒരുപാട് സിനിമകളിൽ വന്നിട്ടുള്ള ഒരു എന്താണ് ഒരു ഫാള് കൂടിയാണ്. ട്രെയിൻ ഇങ്ങനെ പോകുന്ന സമയത്ത് അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ താഴത്തേക്ക് വരുന്നത് കണ്ടിട്ടില്ലേ നിങ്ങളിങ്ങനെ ഒഴുകി വരുന്നത്, എൻ്റെ ട്രെയിനിൻ്റെ പാലത്തിൻ്റെ അടിയിലൂടെ ഒഴുകി പോകുന്ന ഒരു വാട്ടർഫാൾ നിങ്ങൾ പല സിനിമകളിലും കണ്ടിട്ടാകും. അതാണ് ഈ ഒരു ദൂദ്സാഗർ ഫാൾസ് എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാതെ ഒരുപാട് എന്തുണ്ട്, പ്രധാനപ്പെട്ട വാട്ടർഫാളുകൾ പലതുമുണ്ട്. ആ വാട്ടർഫാൾസ് കൂടി കൂട്ടുകാരെന്ത് ചെയ്യുക, കവർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യുക, കവർ ചെയ്യാനായിട്ട് കൂട്ടുകാരൊന്ന് ശ്രമിക്കുക. ഓക്കെ ആണല്ലോ. എല്ലാം കൂടി നമുക്കിവിടെ ക്ലാസ് പോലെ എടുക്കാൻ പറ്റില്ല. പ്രധാനപ്പെട്ട നമ്മളുടെ ഫോൾസിൻ്റെയും റിവേഴ്സിൻ്റെയും പേരാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരം എന്തായി? ധുവാന്ധാർ ഫാൾസ് എവിടെയാണ് അപ്പോൾ വരുന്നത്? അത് നർമ്മദാ നദിയിലാണ് വരുന്നത് എന്ന കാര്യം ആലോചിക്കുക. നർമ്മദാ നദിയിൽ എവിടെയാണ്? മധ്യപ്രദേശിലാണിത് കാണുന്നത് എന്ന കാര്യം കൂട്ടുകാരിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ ആണല്ലോ. സംശയങ്ങളില്ലാന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. അടുത്ത എന്താണെന്ന് കൂട്ടുകാരെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റിവർ ഓഫ് ഹിമാലയൻ ഒറിജിൻ? അതാണ് പറയുന്നത്. ഹിമാലയൻ ഒറിജിൻ അല്ലാത്ത താഴെ കാണുന്നവയിൽ ഏതാണ് നദി എന്നാണ് ചോദിക്കുന്നത്. ഝേലം, മഹാനദി, യമുന, ഗംഗ എന്നിങ്ങനെയാണ് എന്ത് തന്നിട്ടുള്ളത്, ലിസ്റ്റ് തന്നിട്ടുള്ളത്. എങ്ങനെയൊക്കെയാണ് ലിസ്റ്റ് തന്നിട്ടുള്ളത് കൂട്ടുകാർ മനസ്സിലായോ? ഝേലം, മഹാനദി, യമുന, ഗംഗ. ആൻസർ എളുപ്പമായിരിക്കും അല്ലേ. ഹിമാലയൻ ഒറിജിൻ അല്ലാത്ത ഇതിൽ ഏതാണ്? മഹാനദിയാണ് ഇതിൽ ഹിമാലയൻ ഒറിജിൻ അല്ലാത്ത ഒരു നദിയായിട്ടുള്ളത് അല്ലേ. എന്താ പറയുക, മഹാനദി എന്ന് പറയുന്നത് ഏതാണ്? മഹാനദി അടിസ്ഥാനപരമായിട്ട് പെനിൻസുലാർ നദികളുടെ കൂട്ടത്തിലുള്ളതാണ് അല്ലേ. മഹാനദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? അത് സത്പുര റേഞ്ചിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്, ഹിമാലയത്തിൽ നിന്നല്ല. എവിടെ നിന്നാണ്? സത്പുര റേഞ്ചിൽ നിന്നാണ് മഹാനദിയുടെ ഉത്ഭവം എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യുകയാണ്? ബംഗാൾ ഉൾക്കടലിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഒഴുകിപ്പോകുന്നത് അല്ലേ. ബേ ഓഫ് ബംഗാളിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഒഴുകിപ്പോകുന്നത്. ഇത് എവിടെ നിന്നൊക്കെയാണ് വരുന്നത്? ഏതൊക്കെ സംസ്ഥാനങ്ങളിലുണ്ടത്? മഹാരാഷ്ട്രയിൽ നിന്നാണ് തുടങ്ങുന്നത് അല്ലേ. എന്നിട്ട് എവിടേക്ക് പോകുന്നത്? ഛത്തീസ്ഗഡിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒഴുകുന്നുണ്ട് അല്ലേ. ഛത്തീസ്ഗഡിലേക്ക് ഒഴുകിയിട്ട് പിന്നീട് അത് എവിടേക്ക് പോകും? ജാർഖണ്ഡിലേക്ക് കടക്കും അല്ലേ. എവിടേക്ക് കടക്കും? ജാർഖണ്ഡിലേക്ക് കടക്കും. എന്നിട്ട് അത് അവസാനം എവിടേക്കാണ് കൂട്ടുകാരെ എത്തുന്നത്? അത് അവസാനം എത്തിച്ചേരുന്നത് ഒഡീഷയിലേക്കാണ്. എവിടേക്കാണ്? ഒഡീഷയിലേക്കാണ് അത് എത്തിച്ചേരുന്നത്. ഒഡീഷയിലൂടെയാണ് അത് എവിടേക്ക് കടക്കുന്നത്? ബേ ഓഫ് ബംഗാളിലേക്ക് കടക്കുന്നത്. ഇനി ഈ മഹാനദിയിലാണ്, വളരെ ശ്രദ്ധിക്കുക, ഈ മഹാനദിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാമായിട്ടുള്ള ഹിരാക്കുഡ് ഡാം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലാർജസ്റ്റ് ഡാം ഓഫ് ഇന്ത്യ, ഹിരാക്കുഡ് ഡാം എവിടെയാണ് കെട്ടിയിട്ടുള്ളത്? അത് നമ്മുടെ മഹാനദിയിലാണ് എന്നുകൂടി കൂട്ടുകാരെന്ത് ചെയ്യുക, ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ. ഇനി ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് കൂട്ടുകാരെന്താണ് ആലോചിച്ച് വെക്കേണ്ടത്? അത് ഇത്രയേ ഉള്ളൂ. ഓരോ നദികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ നദികളും അല്ല, പ്രധാനപ്പെട്ട നദികളുടെ ഉത്ഭവസ്ഥാനം എവിടെ നിന്നാണ് അത് ഒഴുകി വരുന്നത് എന്ന കാര്യം കൂട്ടുകാരൊന്ന് ഓർത്തിരിക്കേണ്ടതുണ്ട് എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? നമ്മളുടെ പല നദികൾക്കും എന്തുണ്ട്, പല പല പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇപ്പം നിങ്ങൾ കാവേരി നദി എടുത്തു നോക്കൂ. കാവേരി നദി നിങ്ങൾ പലപ്പോഴും ന്യൂസിൽ തമിഴ്നാടിൻ്റെയും കർണാടകയുടെയും തർക്കം കാരണം സ്ഥിരമായിട്ട് വരുന്നൊരു നദിയാണ് അല്ലേ. ദക്ഷിണ ഗംഗ എന്നെന്താണ് അറിയപ്പെടുന്ന ഒരു നദി കൂടിയാണ് ഏത്? കാവേരി എന്ന് കൂട്ടുകാർക്കറിയാം അല്ലേ. ദക്ഷിണ ഗംഗ എന്നുകൂടി ആരറിയപ്പെടുന്നുണ്ട്? ഇത് അറിയപ്പെടുന്നുണ്ട് എന്ന കാര്യം കൂട്ടുകാർക്ക് അറിയാമായിരിക്കും. ഇനി അതുപോലെ തന്നെ ഇത് എവിടെ നിന്നാ ഉത്ഭവിക്കുന്ന എവിടെ നിന്നാണ് കാവേരി? തലക്കാവേരി എന്ന് പറയും അല്ലേ. വെസ്റ്റേൺ ഗട്ട്സിലെ തലക്കാവേരി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഉത്ഭവിക്കുന്നത് അല്ലേ, ഈ നദി ഉത്ഭവിക്കുന്നത്. എന്നിട്ട് നിങ്ങൾക്കറിയാം എവിടെ നിന്നാണ്
കൊടക് ഡിസ്ട്രിക്ട് വഴിക്കാണ് എന്ത് ചെയ്യുന്നത് ഇത് ഒഴുകി വരുന്നത്. ബേ ഓഫ് ബംഗാളിലേക്കാണ് ഇത് വന്ന് എന്ത് ചെയ്യുന്നത് ചേരുന്നത്. കുറേയധികം ട്രിബ്യൂട്ടറി ഉണ്ട് അല്ലേ. അർക്കാവതി, അതുപോലെ തന്നെ ഏതാണെന്ന് പറയുന്നത് കപില, ഷിംഷ, അതുപോലെ തന്നെ നമ്മളുടെ ഭവാനി അല്ലേ, കബിനി, ഇങ്ങനെ ഒരുപാട് എന്തുണ്ട്, നൊയ്യൽ, അങ്ങനെ ഒരുപാട് എന്തുണ്ട് ട്രിബ്യൂട്ടറീസും ഉണ്ട്. അപ്പോൾ ഈ രീതിയിൽ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു, എവിടേക്ക് പോകുന്നു എന്നത് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കാൻ കഴിയുകയാണെങ്കിൽ എന്ത് ചെയ്യുക, കൂട്ടുകാരെ ശ്രദ്ധിക്കുക. ഇനി കൃഷ്ണ റിവർ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കൃഷ്ണ റിവർ പലതവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. കൃഷ്ണ റിവറിൻ്റെ ഉത്ഭവസ്ഥാനം അതെവിടെയായിരുന്നു? മഹാബലേശ്വർ ആയിരുന്നു. എവിടെയായിരുന്നു? മഹാബലേശ്വറിൽ നിന്നാണ് എന്ത് ഉത്ഭവിക്കുന്നത്? മഹാരാഷ്ട്രയിലെ മഹാബലേശ്വറിൽ നിന്നാണ് കൃഷ്ണ നദി എന്ത് ചെയ്യുന്നത്, ഉത്ഭവിക്കുന്നത് എന്ന കാര്യം കൂട്ടുകാരൻ ചെയ്യുക, ആലോചിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ഇനി ഏതാണ്? ഗോദാവരി അല്ലേ ഇനി നമുക്ക് ബാക്കിയുള്ളത് അവിടെ പറയാൻ വേണ്ടിയിട്ട്. പെനിൻസുലാർ നദിയിൽ അതും കൂടി പറഞ്ഞേക്കാം നമുക്ക്. ഗോദാവരി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ത്രിംബകേശ്വർ. എവിടെയാണ്? ത്രിംബകേശ്വർ. ഇത് രണ്ടും എവിടെയാണ്? ഇത് രണ്ടും മഹാരാഷ്ട്ര സംസ്ഥാനമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇത് രണ്ടും എവിടെയാണ്? മഹാരാഷ്ട്ര സംസ്ഥാനമാണ്. അപ്പോൾ കൃഷ്ണ മഹാബലേശ്വറിൽ നിന്ന്, ഗോദാവരി ത്രിംബകേശ്വറിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്ന് കൂട്ടുകാരെന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇനി ത്രിംബകേശ്വറിന് പകരം നാസിക് എന്നാണ് തരുന്നതെന്നുണ്ടെങ്കിൽ നാസിക് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. മനസ്സിലാവുണ്ടോ? നാസിക്കിലാണ് എന്ത് കിടക്കുന്നത്, ത്രിംബകേശ്വർ കിടക്കുന്നത് എന്ന കാര്യം കൂടി കൂട്ടുകാരെന്ത് ചെയ്യുക, ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ കൃഷ്ണ നദിയുടെ വളരെ പ്രധാനപ്പെട്ട എന്താ പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറി ഏതാണ് കൃഷ്ണയുടെ? തുംഗഭദ്ര. ഏതാണ്? തുംഗഭദ്രയാണ് പ്രധാനപ്പെട്ട ഒരു ട്രിബ്യൂട്ടറി ആയിട്ട് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അപ്പോൾ ഈ രീതിയിൽ നദികളുടെ ഒറിജിൻ എവിടെയാണ്, ഉത്ഭവസ്ഥാനം എവിടെയാണ് എന്നുള്ള കാര്യം ഇവ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കൂട്ടുകാർ ഓർത്ത് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ എന്തുകൂടി ആലോചിച്ച് വെക്കേണ്ടതുണ്ട്, അവയുടെ ട്രിബ്യൂട്ടറീസും. പറ്റുകയാണെങ്കിലല്ല, ട്രിബ്യൂട്ടറീസും തീർച്ചയായിട്ടും എന്ത് ചെയ്യേണ്ടതുണ്ട്, ആലോചിച്ച് വെക്കേണ്ടതുണ്ട്. നമ്മുടെ ക്ലാസ്സുകൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്താൽ പെനിൻസുലാർ നദികളിലെ പ്രധാനപ്പെട്ട നദികളുടെ ട്രിബ്യൂട്ടറീസ് നമ്മൾ വിത്ത് മാപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. അടുത്ത ചോദ്യം നോക്കുക എന്താണെന്നുള്ളത്. വേർ ഡസ് ബ്രഹ്മപുത്ര റിവർ ഒറിജിനേറ്റ്? ബ്രഹ്മപുത്ര എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് എന്നതാണ് എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. എവിടെ നിന്നാണ് എന്താ പറയുക തുടങ്ങുന്നത്? ബ്രഹ്മപുത്ര നദി എവിടെ നിന്നാണ് തുടങ്ങുന്നതെന്ന് കൂട്ടുകാർക്ക് ഐഡിയ ഉണ്ടോ? എവിടെ നിന്നാണ് ബ്രഹ്മപുത്രയുടെ ആരംഭം എന്നുള്ള കാര്യം കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ? ബ്രഹ്മപുത്ര വളരെയധികം നീളമേറിയ നദിയാണെന്ന് നമുക്കറിയാം. മോസ്റ്റ് ഓഫ് ദി കോഴ്സ് ഇന്ത്യയുടെ പുറത്ത് ഒഴുകി വന്നിട്ട് പിന്നീട് എന്ത് ചെയ്യുകയാണ്, അത് നംചാ ബർവ. ബ്രഹ്മപുത്ര എന്ന് ആലോചിക്കുമ്പോൾ കൂട്ടുകാർ ആലോചിക്കേണ്ട ഒരു പർവ്വതമാണിത്, നംചാ ബർവ. എന്താണ് നംചാ ബർവയുടെ പ്രത്യേകത കൂട്ടുകാരെ? അതായത് നംചാ ബർവ, അതായത് ഇത് ബ്രഹ്മപുത്ര റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണല്ലേ ചോദ്യം. അത് ലേക്ക് മാനസരോവറിൻ്റെ അടുത്ത് നിന്നാണ്. അതായത് ലേക്ക് മാനസരോവർ ഇവിടെ ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കൂ കൂട്ടുകാർ. ഞാൻ ഇവിടെ വരയ്ക്കുന്നില്ല, ഇത് ഇടുന്നു നിങ്ങൾ. ലേക്ക് മാനസരോവർ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കൂ. ഇതിൻ്റെ ഇപ്പുറത്ത് നിന്നാണ് എന്ത് ഒഴുകി പോകുന്നത്, സിന്ധു നദി ഒഴുകി പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതിൻ്റെ ഇവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ബ്രഹ്മപുത്ര ഒഴുകുന്നത്. താഴെ എന്ത് കിടക്കുന്നുണ്ട്, കുറച്ച് താഴെയായിട്ട് നമ്മളുടെ ഇന്ത്യ കിടക്കുന്നുണ്ട്. ഞാൻ വെറുതെ ഇങ്ങനെ വരയ്ക്കുകയാണ് ഇന്ത്യ എന്നുള്ള രീതിയിൽ. ഇങ്ങനെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾ ഇവിടെയും കിടക്കേണ്ടി വിചാരിക്കൂ. ഇത് ഇവിടെ നിന്ന് ഒരുപാട് ദൂരം ഇങ്ങനെ ഒഴുകി പോയിട്ട് ഇവിടെ എന്ത് കിടക്കുന്നുണ്ട്, ഈ പോയിൻ്റ് എന്താണ്, ഈ നംചാ ബർവ പർവ്വതമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതിൻ്റെ അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യുകയാണ്, ഇത് അങ്ങനെ ഒരു യൂ ടേൺ എടുത്തിട്ട് നേരെ ഇന്ത്യയിലോട്ട് കയറുകയാണ്. എന്നിട്ട് ബംഗ്ലാദേശിലോട്ട് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യുകയാണ്, ബേ ഓഫ് ബംഗാളിലേക്ക് എന്ത് ചെയ്യുകയാണ്, അത് ഒഴുകിയിട്ട് പോവുകയാണ്. അപ്പോൾ പരമാവധി ഇന്ത്യയിൽ ഇവിടെ ഇങ്ങനെ കടന്നതിന് ശേഷം പിന്നെ ബംഗ്ലാദേശിലേക്ക് കടക്കുന്നൊരു ദൂരം വരെയുള്ള ഇത്രയും ഭാഗ്യം ഇന്ത്യയിൽ ഒഴുകുന്നുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? പറയുമ്പോൾ ബ്രഹ്മപുത്ര വളരെ നീളമേറിയ നദിയാണ് എന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യയുടെ ഉള്ളിൽ എത്രയേ ഉള്ളൂ, അത് വളരെ കുറച്ച് ദൂരം മാത്രമേ സഞ്ചരിക്കുന്നുള്ളൂ എന്ന കാര്യം കൂട്ടുകാർ വളരെ കൃത്യമായിട്ട് ആലോചിക്കണം. അപ്പോൾ നംചാ ബർവ ഓർക്കേണ്ട കാര്യമാണ്. ലേക്ക് മാനസരോവറിൽ നിന്നാണ് ബ്രഹ്മപുത്രയുടെ ഒറിജിൻ എന്ന കാര്യം എന്ത് ചെയ്യേണ്ടതുണ്ട്, കൂട്ടുകാർ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇനി ഈ ഒരു എന്താ പറയുന്നത്, നമ്മളുടെ നംചാ ബർബഡ് അവിടെ വെച്ചിട്ട് ചുറ്റിയിട്ട് അരുണാചൽ പ്രദേശിലേക്കാണ് അത് എന്ത് ചെയ്യുന്നത്, അത് പ്രവേശിക്കുന്നത്. അരുണാചൽ പ്രദേശിലേക്കാണത് പ്രവേശിക്കുന്നത്. ഇവിടെ ഇത് അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതെന്താണ്? ദിഹാങ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഏതാണ്? അവിടെ വേറൊരു ദിബാങ് എന്ന് പറഞ്ഞ വേറൊരു ട്രിബ്യൂട്ടറി വന്ന് ചേരുന്നുണ്ട്. അതല്ല പറയുന്നത്, എച്ച് ആണ് ഇവിടെ. മനസ്സിലാവുന്നുണ്ടോ? എച്ച്, ദിഹാങ്, DIHANG, ദിഹാങ് ആണ് ഏത് ഇവിടെ വെച്ചത് അറിയപ്പെടുന്ന പേര്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? ഇനി ഇത് അരുണാചൽ പ്രദേശ് ഇങ്ങനെയാണ്. ഇനി ഇവിടെ എത്തുന്ന മുന്നേ ടിബറ്റിലൂടെ അത് ഒഴുകുന്ന സമയത്ത് ടിബറ്റിൽ ഇത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അത് സാങ്പോ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്.
ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സാങ്പോ എന്ന പേരിലാണ് ഇത് ടിബറ്റിലൂടെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നത്. എന്നിട്ട് ഇത് ആസാം പ്ലെയിനിലേക്ക് കടക്കുന്ന സമയത്ത് അത് ഏതാണ്? ബ്രഹ്മപുത്ര എന്ന പേരിലാണ് എന്ത് ചെയ്യുന്നത്? ഇത് അറിയപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇതെന്ത് ചെയ്യുക? കൂട്ടുകാർ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? സംശയങ്ങളില്ല എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ചില നദികൾ, അവയുടെ ചില പ്രത്യേകതകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഓർത്ത് വയ്ക്കുക, തെറ്റിക്കാതെ ചെയ്യുക, ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്ത എന്താ നോക്കൂ. 3 of the 4 rivers given as options share a certain relation while one is different. അപ്പം തന്നിട്ടുള്ള 3 ഒരു തരത്തിൽ ഒരുപോലെയാണ്. ഒരാൾ എന്താണ്? കൂട്ടത്തിൽപ്പെടാത്ത ആളാണ്. ഈ ഒരാളെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. എന്തൊക്കെയാണെന്ന് നോക്കൂ നിങ്ങൾ. ഇൻഡസ്, ഗോദാവരി, ബ്രഹ്മപുത്ര, ഗംഗ. വളരെ എളുപ്പമാണ് അല്ലേ? എന്താണ്? ഗോദാവരിയാണ്. ഗോദാവരി എന്താണ്? ഒരു പെനിൻസുലാർ റിവറാണ്. ബാക്കിയെല്ലാം എന്താണ്? ഹിമാലയൻ റിവറുകളാണ്. ബാക്കിയെല്ലാം എങ്ങനെയാണ്? ഹിമാലയൻ റിവറുകളാണ്. ഗോദാവരി മാത്രം ഒരു പെനിൻസുലാർ റിവറാണ്. ഇനി ഗോദാവരിയെക്കുറിച്ച് പറഞ്ഞ സമയത്ത് ഗോദാവരിയുടെ പ്രധാനപ്പെട്ട നമ്മൾ പറഞ്ഞു ത്രംബകേശ്വറിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? തുടങ്ങുന്നത് എന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ട്രിബ്യൂട്ടറീസ് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാനായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്? കൂട്ടുകാരന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഇതിൻ്റെ നമ്മളുടെ ഗോദാവരിയുടെ വളരെ പ്രധാനപ്പെട്ട എന്താ പറയുന്നത് ട്രിബ്യൂട്ടറീസ് എന്ന രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ ഞാനത് പറയാം, അതെന്ത് ചെയ്യുക? ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. ഓക്കെ, നോട്ട് ഡൗൺ ചെയ്ത് വയ്ക്കുക. പ്രാൺഹിത ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ്? ഒരു ട്രിബ്യൂട്ടറിയാണ് പ്രാൺഹിത. മനസ്സിലാവുന്നുണ്ടോ? ഇന്ദ്രാവതി ഗോദാവരിയുടെ ഒരു പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറിയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ബിന്ദുസാര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ട്രിബ്യൂട്ടറിയാണ്. ശബരി ഗോദാവരിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രിബ്യൂട്ടറിയാണ്. മഞ്ജിര, ഇത് പലപ്പോഴും ചോദ്യം വന്നിട്ടുള്ള ഒരു ട്രിബ്യൂട്ടറിയുടെ പേരാണ് ഈ മഞ്ജിര. ഓർത്ത് വയ്ക്കുക പ്രത്യേകം. മഞ്ജിര ഗോദാവരിയുടെ എന്താണ്? ട്രിബ്യൂട്ടറിയാണ്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അപ്പോൾ മഞ്ജിര, ശബരി, ബിന്ദുസാര, ഇന്ദ്രാവതി, പ്രാൺഹിത എന്നിവയൊക്കെ എന്താണ്? ഇവയൊക്കെ ഗോദാവരിയുടെ വളരെ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് ആണ് എന്ന കാര്യം ചെയ്യുക, ആലോചിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? കൃത്യമാണല്ലോ? ഇനി ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നത് കാരണം ഒരു കാര്യം കൂടി പറയുകയാണ്. ഗംഗയുടെ ആയി ബന്ധപ്പെട്ടിട്ട് ഗംഗയുടെ ട്രിബ്യൂട്ടറീസും ഒറിജിനൊക്കെ നിങ്ങൾ പഠിക്കുക. എന്നാൽ അതിനോടൊപ്പം തന്നെ ഗംഗയുടെ പ്രധാനമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് പ്രയാഗുകളുണ്ട്. എന്താണ്? വിവിധങ്ങളായിട്ടുള്ള പ്രയാഗുകളുണ്ട്. ഏതൊക്കെയാണ് കൂട്ടുകാരേത്? അത് പലപ്പോഴും ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ ചോദിക്കാത്തത് കാരണം ഇപ്രാവശ്യം പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഏതാണ്? വിഷ്ണുപ്രയാഗ് ഉണ്ട് അല്ലേ? വിഷ്ണുപ്രയാഗിൻ്റെ അവിടെയാണ് എന്ത് ചെയ്യുന്നത്? അളകനന്ദ ധൗളീഗംഗയെ മീറ്റ് ചെയ്യുന്നത്. അളകനന്ദ എന്ത് ചെയ്യുന്നത്? ധൗളീഗംഗയെ. അളകനന്ദ ഇത് ചെയ്യുകയാണ്? ധൗളീഗംഗ, DH ആണ്, DH ഉണ്ട് ഇവിടെ. ധൗളീഗംഗ എന്ത് ചെയ്യുന്നത്? മീറ്റ് ചെയ്യുന്നത്. അതെവിടെ വെച്ചിട്ടാണ്? വിഷ്ണുപ്രയാഗിൽ വെച്ചിട്ട് അളകനന്ദ എന്ത് ചെയ്യുന്നു? ധൗളീഗംഗ എന്ത് ചെയ്യുന്നു? മീറ്റ് ചെയ്യുകയാണ്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? ഇനി നന്ദപ്രയാഗ് ഉണ്ട്. നന്ദപ്രയാഗിൽ എന്താ സംഭവിക്കുന്നത് അറിയോ കൂട്ടുകാർക്ക്? ഇവിടെ വെച്ചാണ് അളകനന്ദ എന്ത് ചെയ്യുന്നത്? അളകനന്ദ എന്ത് ചെയ്യുന്നത്? നന്ദാകിനിയെ മീറ്റ് ചെയ്യുന്നത്. ആരെ മീറ്റ് ചെയ്യുന്നത്? നന്ദാകിനിയെ മീറ്റ് ചെയ്യുന്നത്. കൃത്യമാണല്ലോ? അടുത്തതാരാണ്? കർണപ്രയാഗ്. അടുത്തേതാണ്? കർണപ്രയാഗ്. ഇവിടെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അളകനന്ദ ആരെയാണ് മീറ്റ് ചെയ്യുന്നത്? നിങ്ങൾക്കറിയോ? പറയാൻ പറ്റുമോ? റിവർ പിണ്ഡേർ. ഏതാണ്? റിവർ പിണ്ഡേറിനെ മീറ്റ് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? കർണപ്രയാഗിൽ വെച്ചിട്ടാണ്. അടുത്ത ഏതാണ്? നിങ്ങൾ എൻ്റെ ഒപ്പം തന്നെ പറയാൻ ശ്രമിക്കൂ. ഏതാണ്? രുദ്രപ്രയാഗ്. ഏതാണ്? രുദ്രപ്രയാഗാണ്. രുദ്രപ്രയാഗിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അളകനന്ദ ആരെ മീറ്റ് ചെയ്യുന്നത് കൂട്ടുകാരെ? മന്ദാകിനി റിവറിനെ എന്ത് ചെയ്യുന്നത്? മീറ്റ് ചെയ്യുന്നത്. അവസാനം എവിടേക്ക് എത്തുകയാണ്? ദേവപ്രയാഗിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ദേവപ്രയാഗിൽ വെച്ചിട്ട് അളകനന്ദ ആരെ അവസാനം മീറ്റ് ചെയ്യുകയാണ്? ഭാഗീരഥി. ആരെയാണ്? ഭാഗീരഥിയെ മീറ്റ് ചെയ്യുന്നു. ഇതോടുകൂടിയിട്ട് ഈ നദി എന്ത് പേരിലാവുന്നു? ഗംഗ എന്ന പേരിലാവുകയാണ്.
മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ദേവപ്രയാഗിൽ വെച്ചിട്ടാണ് നദിക്ക് എന്ത് പേര് കിട്ടുന്നത്? ഗംഗ എന്നുള്ള പേര് ലഭിക്കുന്നത് എന്നുകൂടി കൂട്ടുകാർ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇനി വിഷ്ണുപ്രയാഗ്, നന്ദപ്രയാഗ്, കർണപ്രയാഗ്, രുദ്രപ്രയാഗ്, ദേവപ്രയാഗ് എന്നിങ്ങനെ എന്ത് ചെയ്യരുത്? ഒരു ഡൗട്ടും ഉണ്ടാവരുത്. ഏതൊക്കെ നദികൾ എല്ലാവരുടെയും അളകനന്ദയാണ് കോമൺ. അളകനന്ദയിലേക്ക് ഓരോരുത്തരായിട്ട് വന്ന് എന്താണ് ഇങ്ങനെ ചേർന്ന് വലുതായിട്ട് ദേവപ്രയാഗിലേക്ക് എത്തുമ്പോൾ അളകനന്ദയിലേക്ക് ഭാഗീരഥി കൂടിയിട്ട് ചേരുകയാണ്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? ധൗളി ഗംഗ എന്ത് ചെയ്യുന്നു? ആദ്യം അളകനന്ദയിലേക്ക് ചേരുന്നു, പിന്നെ നന്ദാകിനി വന്ന് ചേരുന്നു, പിണ്ഡേർ വന്ന് ചേരുന്നു, മന്ദാകിനി വന്ന് ചേരുന്നു, അവസാനം ഭാഗീരഥി വന്ന് ചേരുന്നിട്ട് അത് ഗംഗ എന്ന പേരിലേക്ക് എന്ത് ചെയ്യുകയാണ്? മാറുകയാണ്. ഓക്കെ ആണല്ലോ. ഇനി ഗംഗയുടെ മറ്റ് ട്രിബ്യൂട്ടറീസ് ആയിട്ടുള്ള യമുന, ദാമോദർ നദി, സപ്തകോശി, രാംഗംഗ, ഗോമതി, ഘാഗ്ര, സോൺ നദി, ഇങ്ങനെ ഒരുപാട് നദികളുണ്ട്. ഈ നദികളൊക്കെ എവിടെയാണ് ലെഫ്റ്റ് നിന്നാണോ റൈറ്റ് നിന്നാണോ വന്ന് ചേരുന്നത് എന്നൊക്കെ എന്ത് ചെയ്യുക? കൂട്ടുകാർ കൃത്യമായി പഠിപ്പിച്ച് തന്നതുപോലെ തന്നെ റിവൈസ് ചെയ്തിട്ട് എക്സാമിന് പോകുന്നതിന് വേണ്ടിയിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ. സംശയങ്ങൾ ഉണ്ടാവില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അടുത്ത ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ്ലി മാച്ച്? താഴെ തന്നിട്ടുള്ളവയിൽ കൃത്യമായിട്ട് ചേരുംപടി ചേർക്കാത്തത് ഏതാണ് എന്നതാണ് ചോദ്യം. എന്താണ് തന്നിരിക്കുന്നത് നോക്കൂ നിങ്ങൾ. തന്നിരിക്കുന്നത് ഒരു വശത്ത് നഗരങ്ങളാണ്, മറുവശത്ത് നദിയാണ്. അതായത് പണ്ട് മുതൽ തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നാണ് റിവർ സൈഡിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള സിറ്റികൾ. അത് വേൾഡ് എന്നുള്ള തലത്തിലും ഇന്ത്യ എന്ന തലത്തിലും എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇതെന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മളൊന്ന് ഓർത്തു പോകേണ്ട കാര്യമാണ്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇതൊന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ട് പോകേണ്ട കാര്യമാണ്. ഇപ്പോൾ ചോദ്യത്തിൽ എന്താ പറയുന്നത്? താഴെ തന്നിട്ടുള്ളവയിലെ നോട്ട് കറക്റ്റ്ലി മാച്ച്ഡാ. താഴെ തന്നിട്ടുള്ള 3 ശരിയാണ്, ഒരെണ്ണം മാത്രം തെറ്റായിട്ടുള്ള എന്താണ് ജോയിനിങ് ആണ് നടത്തിയിരിക്കുന്നത്. ആ തെറ്റായി ജോയിൻ ചെയ്തിട്ടുള്ളത് ഏതാണ് എന്നതാണ് അടിസ്ഥാനപരമായിട്ട് ചോദ്യം. ഓക്കെ ആണല്ലോ. നോക്കൂ എങ്ങനെയൊക്കെയാണെന്ന്. ലഖ്നൗ ഗോമതി റിവറിൻ്റെ തീരത്താണ് എന്നതാണ് എന്ത് ചെയ്യുന്നത്? ആദ്യം പറയുന്നത്. ശരിയാണോ? ലഖ്നൗ ഗോമതിയുടെ തീരത്ത് തന്നെയാണോ ഉള്ളത്? ക്ഷമിക്കണം, ലഖ്നൗ ഗോമതി നദിയുടെ തീരത്ത് തന്നെയാണോ കിടക്കുന്നത്? തീർച്ചയായിട്ടും ലഖ്നൗ എവിടെ തന്നെയാണ്? ഗോമതി നദിയുടെ തീരത്ത് തന്നെയാണ്. UPയുടെ തലസ്ഥാനമാണ് അല്ലേ? അപ്പോൾ UPയിൽ എന്താണ് കിടക്കുന്നത്? ലഖ്നൗ ഗോമതിയുടെ തീരത്ത് തന്നെയാണ്. അടുത്ത ഏതാണ് നോക്കൂ കൂട്ടുകാരെ? അടുത്തത് ജബൽപൂരാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? ജബൽപൂർ ഝേലം റിവറിൻ്റെ തീരത്താണെന്ന് പറയുന്നത്. ആണോ? എന്താണ് കൂട്ടുകാർക്ക് തോന്നുന്നത്? ഇത് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. ജബൽപൂർ എവിടെയാണ് കിടക്കുന്നത്? അത് മധ്യപ്രദേശിലാണ്. എവിടെയാണ്? മധ്യപ്രദേശിലാണ്. ഝേലം എവിടെയാണ്? ജമ്മു കാശ്മീരിൻ്റെ ആ ഭാഗങ്ങൾ, പഞ്ചാബ്, ആ വഴിക്കാണ് ഝേലം ഒഴുകുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്? മധ്യപ്രദേശിൽ കിടക്കുന്ന ജബൽപൂർ എവിടെയാണ്? അത് നർമ്മദയുടെ തീരത്താണ്. എവിടെയാണ്? നർമ്മദയുടെ തീരത്താണ് നമ്മുടെ ജബൽപൂർ കിടക്കുന്നത്. അതുകൊണ്ട് ഇതാണ് നമ്മുടെ ആൻസർ. ഇനി അടുത്ത് നോക്കൂ, സൂറത്ത് എവിടെയാണ്? താപ്തി റിവറിൻ്റെ തീരത്ത് തന്നെയാണ് ആര് കിടക്കുന്നത്? സൂറത്ത് കിടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സൂറത്ത് എവിടെയാണ്? താപ്തി നദിയുടെ തീരത്ത് തന്നെയാണ് സൂറത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സംശയങ്ങളില്ലല്ലോ ആ കാര്യത്തിൽ. സൂറത്ത് താപ്തി നദിയുടെ തീരത്ത് തന്നെയാണ്. അതുപോലെ തന്നെ ഉജ്ജയിൻ എവിടെയാണ്? ക്ഷിപ്ര നദിയുടെ തീരത്ത് തന്നെയാണ്. ഇനി ഇതുപോലെ കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിറ്റികളും റിവറുകളും ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ആഗ്ര എവിടെയാണ് കിടക്കുന്നത്? വളരെ കൃത്യമായി നിങ്ങൾക്ക് അറിയുമായിരിക്കും അല്ലേ? എവിടെയാണ്? യമുനയുടെ തീരത്താണ് കിടക്കുന്നത്. ഞാൻ ഈ പറയുന്നത് കൃത്യമായി എഴുതിയെടുക്കുക. ഓക്കെ, ആഗ്ര യമുനയുടെ തീരത്താണ് കിടക്കുന്നത്. അഹമ്മദാബാദ് എവിടെയാണ് കിടക്കുന്നത്? അഹമ്മദാബാദ് എവിടെയാണ് കൂട്ടുകാരെ കിടക്കുന്നത്? സബർമതി. എവിടെയാണ്? സബർമതി. ഞാനിത് രണ്ടാമത് പറയണമെന്നില്ല, പറഞ്ഞു പോകുമ്പോൾ ഒപ്പം വന്ന് എഴുതിയെടുക്കുക. ഓക്കെ. അതുപോലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള മറ്റൊന്ന് ഏതാണ്? അലഹാബാദ്, ഇപ്പോഴത്തെ പ്രയാഗ്രാജ് അല്ലേ? അലഹാബാദ് എവിടെയാണ്? അത് ഗംഗ, യമുന, സരസ്വതി എന്നിവ ഒന്നിച്ചു ചേരുന്ന ഇടമായിട്ടാണ് ഏത്? അലഹാബാദിനെ നമ്മൾ കണക്കാക്കാറുള്ളത്. കൃത്യമാണല്ലോ. ഇനി ഇതിനു മുമ്പ് പ്രത്യേകിച്ച് കറണ്ട് അഫെയർസ് റിലേറ്റഡ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഇത്. അയോധ്യ നഗരം ഏത് നദിയുടെ തീരത്താണ് എന്നുള്ളത്. ഏത് നദിയുടെ തീരത്താണ്? സരയൂ നദിയുടെ തീരത്താണ്. എവിടെയാണ്? സരയൂ നദിയുടെ തീരത്താണ് അയോധ്യ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ബദ്രീനാഥ് എവിടെയാണ് കൂട്ടുകാരെ? ബദ്രീനാഥ് എവിടെയാണ്? ബദ്രീനാഥ് ഇതിൻ്റെ തീരത്താണ്. അളകനന്ദ. എവിടെയാണ്? അളകനന്ദയുടെ തീരത്താണ് ബദ്രീനാഥിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇനി അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചില ഇടങ്ങളിൽ കൂട്ടുകാരൻ എന്ത് ചെയ്യുക? ആലോചിക്കുക. ഗുവാഹത്തി നിങ്ങൾക്കറിയാം എവിടെയാണ്? ബ്രഹ്മപുത്രയുടെ തീരത്താണ് അല്ലേ? ആണല്ലോ. അതുപോലെ തന്നെ ഗ്വാളിയോർ എവിടെയാണ്?
ഗ്വാളിയോർ ഏത് നദിയുടെ തീരത്താണ്? അത് ചമ്പലിൻ്റെ തീരത്താണ്. എവിടെയാണ്? ചമ്പൽ നദിയുടെ തീരത്തായിട്ടാണ് എന്ത് കിടക്കുന്നത്? അപ്പുറത്താണ് ഏത് കിടക്കുന്നത്? ഗ്വാളിയോർ കിടക്കുന്നത്. ഹൈദരാബാദ് എവിടെയാണ് കിടക്കുന്നത്? ഹൈദരാബാദ് ഏത് നദീ തീരത്താണ് കൂട്ടുകാർക്ക് അറിയാമോ? ഹൈദരാബാദ് ഏത് നദിയുടെ തീരത്താണ്? മുസി. ഏതാണ്? മുസി നദിയുടെ തീരത്താണ് ഹൈദരാബാദ് കിടക്കുന്നത്. ഈ രീതിയിൽ എന്തുണ്ട്? വളരെ പ്രധാനപ്പെട്ട നഗരങ്ങളെയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നദികളും എന്ത് ചെയ്യുക? ആലോചിക്കുക. ലുധിയാന എവിടെയാണ് കിടക്കുന്നത് കൂട്ടുകാരെ? ലുധിയാന ഏതാണ്? സത്ലജിൻ്റെ തീരത്താണ് കിടക്കുന്നത്. ആരുടെ തീരത്താണ്? സത്ലജിൻ്റെ തീരത്താണ് ലുധിയാന കിടക്കുന്നത്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? നാസിക് എവിടെയാണ്? അത് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റണം തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ കുറച്ച് മുന്നേ. ഏതാണ്? ഗോദാവരിയുടെ തീരത്താണ് ഏത് കിടക്കുന്നത്? നാസിക് കിടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പാറ്റ്ന നിങ്ങൾക്കറിയാം ഏതാണ്? ഗംഗാ തീരത്താണ് പാറ്റ്ന കിടക്കുന്നത് എന്ന് കൂട്ടുകാർക്ക് ഓൾറെഡി അറിയുമായിരിക്കും. അതുപോലെ തന്നെ സൂറത്ത് നമ്മൾ കണ്ടു. ഏതാണ്? താപ്തി റിവറിൻ്റെ തീരത്താണ് ഏത് കിടക്കുന്നത്? സൂറത്ത് കിടക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ തിരുച്ചിറപ്പള്ളി അറിയാമല്ലോ, തമിഴ്നാട്ടിലെ, അത് കാവേരിയുടെ തീരത്താണ് കിടക്കുന്നത്. ഉജ്ജയിനി എവിടെ കിടക്കുന്നത്? അതാണ് നമ്മളിവിടെ കണ്ടത്. ഏതായിരുന്നു? ഉജ്ജയിനി ക്ഷിപ്ര എന്ന് പറയുന്ന നദിയുടെ തീരത്താണ് ഇത് ഉജ്ജയിനി കിടക്കുന്നത്. വഡോദര ഏതാണ്? മാഹി നദിയുടെ, നർമ്മദ, മഹി, വിശ്വാമിത്രി ഇവയുടെയൊക്കെ എന്താണ് തീരത്തായിട്ടാണ് വഡോദര കിടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? വിജയവാഡ എവിടെയാണ് കിടക്കുന്നത്? വിജയവാഡ ആരുടെ തീരത്താണ് കൂട്ടുകാരെ? കൃഷ്ണ നദിയുടെ തീരത്താണ്. എവിടെയാണ്? കൃഷ്ണ നദിയുടെ തീരത്താണ് ഇത് കിടക്കുന്നത്? വിജയവാഡ കിടക്കുന്നത്. ഞാൻ വിട്ടുപോയിട്ടുണ്ടാവും കുറേയൊക്കെ, ചിലപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചില നഗരങ്ങൾക്ക് ചിലപ്പോൾ ബാക്കി ഉണ്ടാവുമായിരിക്കും. പക്ഷേ എന്ത് ചെയ്യുക? ആ കാര്യങ്ങൾ കൂട്ടുകാർ തന്നെ എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. നമ്മൾ ജബൽപൂർ പറഞ്ഞില്ലേ? ജബൽപൂർ തന്നെയുള്ള പോലെയുള്ള മറ്റൊരിടമാണ് സംഭൽപൂർ ഏത് നദിയുടെ തീരത്താണെന്ന് കൂട്ടുകാർക്കറിയോ? സംഭൽപൂർ എന്തെങ്കിലും ഊഹമുണ്ടോ നിങ്ങൾക്ക്? മഹാനദി. ഏതാണ്? മഹാനദിയുടെ, ഒഡീഷയിലാണിത്. എവിടെയാണ്? ഒഡീഷയിൽ മഹാനദിയിലാണ് ഇത് സംഭൽപൂർ പട്ടണം കിടക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നഗരങ്ങൾ ഏത് നദിയുടെ തീരത്താണ് എന്ന കാര്യം ഓർത്തിരിക്കാനായിട്ട് കൂട്ടുകാരെന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. അതിന് വേണ്ട എന്ത് ചെയ്യുക? ഒരു ശ്രദ്ധ കൃത്യമായിട്ട് കൊടുക്കുന്നതിന് വേണ്ടി കൂടി കൂട്ടുകാർ ശ്രദ്ധിക്കുക. മഹാനദിയുടെ തീരത്ത് തന്നെയുള്ള മറ്റൊരു നഗരം ഏതാണ്? കട്ടക്കാണ്. ഏതാണ്? കട്ടക്കും ഇതുപോലെ തന്നെ എവിടെയാണ്? മഹാനദിയുടെ തീരത്ത് തന്നെയാണ് എന്ന് കൂട്ടുകാർ ആലോചിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ സംഭൽപൂർ മഹാനദിയുടെ എവിടെയാണ്? ജബൽപൂർ ജേലം റിവറിലാണ് എന്ന് കാര്യം ചെയ്യുക, ആലോചിക്കുക. അതുപോലെ തന്നെ മറ്റൊന്നുണ്ട്, ഭഗൽപൂർ. ഏതാണ്? ഭഗൽപൂർ എവിടെയാണ്? അത് ബീഹാറിലാണ് അല്ലേ? അതെവിടെയാണ്? ഗംഗയുടെ തീരത്താണ് ഭഗൽപൂർ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഭഗൽപൂർ നമ്മൾ പറഞ്ഞു, സംഭൽപൂർ നമ്മൾ പറഞ്ഞു, ജബൽപൂരും നമ്മൾ പറഞ്ഞു. മൂന്ന് നദികളുടെ തീരത്താണ് എന്ന കാര്യവും എന്ത് ചെയ്യുക? കൂട്ടുകാർ ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ നദികളുടെ തീരത്തുള്ള പ്രധാനപ്പെട്ട പട്ടണങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മനസ്സിലാക്കിയിട്ടുണ്ട്. യമുന ഒഴുകുന്ന തീരത്തുള്ള പ്രധാനപ്പെട്ട പട്ടണങ്ങൾ ഏതൊക്കെയാണ്? ന്യൂഡൽഹി യമുനയുടെ തീരത്താണ്, മധുര യമുനയുടെ തീരത്താണ്, ആഗ്ര യമുനയുടെ തീരത്താണ്, അലഹാബാദ് യമുനയുടെ തീരത്താണ് അല്ലേ? ഔറിയ എന്ന് പറയുന്ന നഗരം അവിടെയാണ്. എറ്റാവ എന്ന് പറയുന്ന നഗരം എവിടെയാണ്? യമുനയുടെ തീരത്താണ്. ഇതുപോലെ ഗംഗാതീരത്ത് എന്തുണ്ട്? പ്രധാനപ്പെട്ട പട്ടണങ്ങളുണ്ട്. അലഹാബാദ് എന്താണ്? ഇങ്ങനെ തന്നെയാണ്. ഭഗൽപൂർ നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ? ബീഹാറിലെ ഭഗൽപൂർ എവിടെയാണ്? ഗംഗാനദിയുടെ തീരത്താണ്. ബുക്സാർ, ഹരിദ്വാർ, പാറ്റ്ന, വാരണാസി, കാൺപൂർ ഇതൊക്കെ എവിടെയാണ്? ഗംഗാനദിയുടെ തീരത്തുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളാണ്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാരെ? അപ്പോൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നായതുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? ഈ ലിസ്റ്റുകളെല്ലാം പറഞ്ഞാണ്. ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റിൽ നിന്നും പുറത്ത് ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത കുറച്ച് കുറവാണ്. എന്തായാലും വരില്ല, അതൊന്നും നമ്മൾ ഒരിക്കലും പറയില്ല. ഒരിക്കലും നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻ പറയാൻ പറ്റില്ല. എന്നാലും ഏതാണ്ട് ഈ പറഞ്ഞ സ്ഥലങ്ങളെക്കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ് അധികവും എന്ത് ചെയ്യാറുള്ളത്? വന്ന് കാണാറുള്ളത്. ഓക്കെ ആണല്ലോ? സംശയങ്ങളെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിവേഴ്സ് ഓഫ് ഇന്ത്യ ഫ്ലോസ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ്? ഇതൊക്കെ ഷുവർ ബെറ്റ് എന്താ പറയുന്നത്? എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? നമുക്കറിയാം, നർമ്മദയാണ് ഒഴുകുന്നത്. ബാക്കി എല്ലാവരും മഹാനദി, ഗോദാവരി, തുംഗഭദ്രയൊക്കെ പടിഞ്ഞാറ് നിന്ന് തുടങ്ങിയിട്ട് എന്ത് ചെയ്യുകയാണ്? ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുകി എത്തുന്ന ആളാണ്. നർമ്മദ എന്ത് ചെയ്യുകയാണ്? അതിനിടയിൽ എങ്ങോട്ട് ഒഴുകുകയാണ്? ഇങ്ങോട്ട് വെസ്റ്റിലേക്ക് പോയിട്ട് അറബിക്കടലിലേക്കാണ് നർമ്മദ. അതുപോലെ തന്നെ തൊട്ട് താഴെയുള്ള താപ്തിയൊക്കെ അങ്ങനെയാണ് ഒഴുകി വരുന്നത് അല്ലേ? സബർമതി അല്ലേ? ഇവരൊക്കെ എങ്ങനെയാണ്? ഇതൊക്കെ വെസ്റ്റിലേക്ക് അറബിക്കടലിലേക്കാണ് ഒഴുകുന്നത്. വളരെ ഷുവറായിട്ട് എളുപ്പത്തിൽ കിട്ടുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. അടുത്തേതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ട്രിബ്യൂട്ടറി ഓഫ് കൃഷ്ണ?
എന്താണ് ചോദ്യം? താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ് ട്രിബ്യൂട്ടറി അല്ലാത്തത് എന്നതാണ് എന്ത് ചെയ്യുന്നത്? ചോദ്യം വന്നിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഏതാണ്? നോക്കൂ, ഏതാണ് കൂട്ടുകാർക്ക് തോന്നുന്നത്? ഈ തന്നിട്ടുള്ള ചോദ്യത്തിൽ കൃഷ്ണയുടെ ട്രിബ്യൂട്ടറി അല്ല എന്ന് കൂട്ടുകാർക്ക് തോന്നുന്നത് ഏതാണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്താണ് കൂട്ടുകാർക്ക് തോന്നുന്നത്? ഈ തന്നിട്ടുള്ള നമ്മൾ കുറച്ച് റിവറുകളുടെ കാര്യമൊക്കെ നമ്മൾ ഈ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്തിരി മുമ്പ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു കൃഷ്ണ നദിയുടെ അല്ലെങ്കിൽ ഗോദാവരിയുടെയൊക്കെ എന്താണ് ട്രിബ്യൂട്ടറീസിൻ്റെ കാര്യത്തിൽ. അതിൽ നമ്മൾ ഗോദാവരിയുടെ ട്രിബ്യൂട്ടറീസിനെ കുറിച്ച് ഞാൻ പ്രത്യേകം എന്താണ് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഗോദാവരി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ട്രിബ്യൂട്ടറീസിൻ്റെ പേര് ഞാൻ എഴുതിയിരുന്നു, അല്ലേ? എഴുതിയിരുന്നു. അത് നിങ്ങൾ ആരെങ്കിലും നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഗോദാവരിയുടെ ട്രിബ്യൂട്ടറീസിൽ ഞാൻ പറഞ്ഞ പേരുകളിൽ ഏതെങ്കിലും ഒരു പേര് ഇവിടെ ഉണ്ടോ നോക്കൂ. ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആൻസർ നമുക്ക് കിട്ടിയില്ലേ? ഗോദാവരിയുടെ ട്രിബ്യൂട്ടറിയാണത്, കൃഷ്ണയുടെ അല്ലെന്ന് മനസ്സിലായില്ലേ? ഗോദാവരിയുടെ ട്രിബ്യൂട്ടറീസ് ഞാൻ എഴുതിയ സമയത്ത് അവസാനത്തെ ട്രിബ്യൂട്ടറി ആയിട്ട് എഴുതിയ ഒരു പേര് പ്രത്യേകം പല തവണ ക്വസ്റ്റ്യൻസിനിടയിൽ വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ നിങ്ങളത് ആരാണെന്നുള്ളത്? അത് മഞ്ജീരയാണ്. ഏതാണ്? മഞ്ജീരയായിരുന്നു അത്, അല്ലേ? ഗോദാവരിയുടെ ട്രിബ്യൂട്ടറിയാണ് ഏത്? മഞ്ജീര എന്ന് പറയുന്നത്. ശബരി, ബിന്ദുസാര, ഇന്ദ്രാവതി, അതുപോലെ തന്നെ ഏതായിരുന്നു? നമ്മളുടെ പ്രാൺഹിത, അല്ലേ? ഇവയൊക്കെ ഏതാണ്? ഇവയൊക്കെ ഗോദാവരിയുടെ ട്രിബ്യൂട്ടറീസ് ആണ് എന്ന് നമ്മൾ എന്ത് കാണുകയുണ്ടായിരുന്നു. അപ്പോൾ കൃഷ്ണയുടെ ട്രിബ്യൂട്ടറി ഈ കൂട്ടത്തിലല്ലാത്തത് ഏതാണ്? അത് മഞ്ജീരയാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ കൂട്ടുകാരെ? മനസ്സിലായല്ലോ. അപ്പോൾ കൃഷ്ണയുടെ ട്രിബ്യൂട്ടറീസ് അപ്പോൾ ഏതൊക്കെയായിരിക്കും? മഞ്ജീര ഒഴിവാക്കി കഴിഞ്ഞാൽ ഘട്പ്രഭ കൃഷ്ണയുടെ ട്രിബ്യൂട്ടറിയാണ്, തുംഗഭദ്ര ആണ്, മൂസി എന്ന് പറയുന്നത് ഏതാണ്? ആണ്. ഇത് മാത്രമാണോ? ഇത് മാത്രമല്ല, വേറെയും എന്തുണ്ട്? പ്രധാനപ്പെട്ട ആളുകളുണ്ട്. ഭീമ എന്ന് പറയുന്നത് എന്താണ്? വളരെ പ്രധാനപ്പെട്ട, നമ്മളുടെ കൃഷ്ണയുടെ പ്രധാനപ്പെട്ട ഒരാളാണ് ആര്? ഭീമ എന്ന് പറയുന്നത്. മനസ്സിലാവുന്ന കൂട്ടുകാർക്ക്? കോയിന വളരെ ഫേമസ് ആയിട്ടുള്ള കൃഷ്ണയുടെ എന്താണ്? ഒരു ട്രിബ്യൂട്ടറിയാണ്. അതുപോലെ തന്നെ മല്ലപ്രഭ എന്താണ്? വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. ദിണ്ടി വളരെ പ്രധാനപ്പെട്ട എന്താണ്? ഒരാണ്. ഏർല വളരെ പ്രധാനപ്പെട്ട എന്താണ്? ഒരു ട്രിബ്യൂട്ടറിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ രീതിയിൽ മൂസി നമ്മളിവിടെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഈ രീതിയിൽ വളരെ പ്രധാനപ്പെട്ട ഏതാണ്? ദൂദ്ഗംഗ. അത് മറന്നുപോയി, ആദ്യം എഴുതേണ്ട ആളായിരുന്നു അത്. ദൂദ്ഗംഗ, ഭീമ, കോയിന, മലപ്രഭ, ദിണ്ടി, ഏർല, മൂസി, തുംഗഭദ്ര, ഘട്പ്രഭ, ഇവയെല്ലാം എന്താണ്? കൃഷ്ണയുടെ ട്രിബ്യൂട്ടറീസ് ആണെന്ന് കൂട്ടുകാർ ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ നദികളെക്കുറിച്ചിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ പറഞ്ഞു പോകത്തുണ്ട്. അതെന്ത് കൃത്യമായിട്ട് കൂട്ടുകാരത് നോട്ട് ഡൗൺ ചെയ്യുന്നുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. ഇത് ഞാനിനി വെറുതെ നിങ്ങൾക്ക് വായിച്ച് തരുന്നില്ല. ഓക്കെ, വായിച്ച് തരാൻ വേണ്ടി ഉൾപ്പെടുത്തിയതല്ല. ഇത് എന്തിനു വേണ്ടി ഉൾപ്പെടുത്തിയതാണ്? നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് ജസ്റ്റ് ഒന്ന് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ ഇത് തിരിച്ച് നിങ്ങൾക്ക് നോട്ടിലേക്ക് നിങ്ങൾ എന്ത് പകർത്തുകയോ നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ട നമ്മളുടെ നദികളുടെ എന്താണ്? ട്രിബ്യൂട്ടറീസിൻ്റെ ഒരു ലിസ്റ്റാണ് ഇവിടെ ഉള്ളത്. മനസ്സിലാവുന്നുണ്ടോ? കൃത്യമായിട്ട് ആ ട്രിബ്യൂട്ടറീസിൻ്റെ ലിസ്റ്റ് നോട്ട് ഡൗൺ ചെയ്തിട്ട് ഏതെല്ലാം ട്രിബ്യൂട്ടറീസ് ഏതെല്ലാം നദികളിലേക്കാണ് ഒഴുകി എത്തുന്നത് എന്ന കാര്യം എന്ത് ഓർത്ത് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കൂട്ടുകാരിത് ഉപയോഗിക്കുക. ഓക്കെ അല്ലേ? സംശയമില്ലല്ലോ. ഇൻഡസിൻ്റെ, ഗംഗയുടെ, യമുനയുടെ, ചമ്പലിൻ്റെ, സോൻ, നർമ്മദ, ബ്രഹ്മപുത്ര, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നിങ്ങനെ വളരെ പ്രധാനപ്പെട്ട നദികളുടെ എന്ത് കൊടുത്തിട്ടുണ്ട്? ഫുൾ ട്രിബ്യൂട്ടറീസ്. അത് ഏറ്റവും ഫുള്ളെന്ന് ഞാൻ പറയില്ല, ഏറ്റവും പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസിൻ്റെ ലിസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് വളരെ കൃത്യമായിട്ട് കൂട്ടുകാരെന്ന് ഒന്ന് മനസ്സിലാക്കാനായിട്ട് മാപ്പ് വെച്ചിട്ട് തന്നെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ മാപ്പുകളോട് കൂടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. അതെന്ത് ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ ആണല്ലോ? സംശയങ്ങൾ ഉണ്ടാവില്ലെന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. നെയിം ദ റിവർ ഓൺ വിച്ച് ഇന്ദിരാസാഗർ ഡാം ഈസ് ബിൽഡ്. എന്താണ് ചോദിക്കുന്നത്? ഇന്ദിരാസാഗർ ഡാം പണി കഴിപ്പിച്ച ഇന്ദിരാസാഗർ ഡാം പണി കഴിപ്പിച്ച നദി ഏതാണ് എന്നതാണ് ചോദ്യം. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഡാമുകളും അത് ഏത് നദിയിലാണ് എന്നുള്ളതും ഇവരുടെ ഒരു ഫേവറേറ്റ് ക്വസ്റ്റ്യനുകളിൽ ഒന്നാണ്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അത് നമുക്കൊന്ന് നോക്കാനായിട്ട് ശ്രമിക്കാം. ഏതാണ് ഇന്ദിരാസാഗർ ഡാം? എവിടെയാണ്? കാവേരിയിലാണോ? അതല്ലെന്നൊരു ഊഹം നിങ്ങൾക്ക് ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു.
ഇന്ദിരാസാഗർ ഡാം അവിടെ അല്ല എന്നൊരു ഒരു 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 ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഗംഗയാണോ? ഗംഗയുമല്ല എന്നൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. യമുനയാണോ? ഇതൊന്നും അല്ല, അത് നർമ്മദയിൽ തന്നെ ആവുള്ളൂ. എനിക്കറിയില്ല നിങ്ങൾക്ക് അതിൻ്റെ ഊഹം ഉണ്ടാവുമോ എന്ന്. പക്ഷേ ഏതാണ്ട് ജിയോഗ്രഫിക്കലി നോക്കി ഇന്ദിരാസാഗർ ഡാമിൻ്റെ ഒരു സ്ഥാനം നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എന്താണ് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കേണ്ടതാണ്. ഇന്ദിരാസാഗർ ഡാം എന്ന് പറയുന്ന ഇത് മധ്യപ്രദേശിലാണുള്ളത്. എവിടെയാണ്? മധ്യപ്രദേശിലാണ്, നർമ്മദയിലാണ് ഇന്ദിരാസാഗർ ഡാം ഉള്ളത്. ഇനി ഞാൻ ഒരു ലിസ്റ്റ് നിങ്ങളോട് ഇങ്ങനെ പറയാൻ പോവുകയാണ്. എന്ത് ചെയ്യുക? അത് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ആലോചിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താണ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കൂട്ടുകാരൻ ചെയ്യേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ ആണോ നിങ്ങൾക്ക്? ഇനി ഭവാനി സാഗർ ഡാമുണ്ട്, അത് ഭവാനി നദിയിലാണ്, തമിഴ്നാട്ടിലാണ്. തുംഗഭദ്ര ഡാമുണ്ട്, അത് തുംഗഭദ്ര നദിയിലാണ്, കർണാടകയിലാണ്. ഇത് രണ്ടും എഴുതേണ്ട ആവശ്യമില്ലല്ലോ. ഭവാനി സാഗർ ഡാം ഭവാനി നദിയിലാണ്, തുംഗഭദ്ര ഡാം തുംഗഭദ്രയിലാണ്. ഇനി തുടർച്ചയായി ചോദ്യങ്ങൾ വരുന്ന ഒരു ഡാമാണ് റിഹന്ത് ഡാം. ഏതാണ്? റിഹന്ത് ഡാം. അത് ഉത്തർപ്രദേശിലാണ്. എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. അത് റിഹന്ത് നദിയിൽ തന്നെയാണ് ഉള്ളത്. അതേത് സംസ്ഥാനത്തിലാണ് എന്നതാണ് അധികവും എന്ത് ചെയ്യുന്നത്? ചോദ്യമായിട്ട് വരാറുള്ളത്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാമാണ് ഇത് കോയ്ന ഡാം. ഏതാണ്? കോയ്ന ഡാം. അത് ഏത് സംസ്ഥാനത്താണ് അറിയോ കൂട്ടുകാർക്ക്? മഹാരാഷ്ട്രയിലാണ്. കോയ്ന നദിയിൽ തന്നെയാണ് ഏതുള്ളത്? അതുള്ളത്. ഇനി ബിസൽപൂർ ഡാം ഉണ്ട്. ഏതാണ്? ബിസൽപൂർ ഡാം. ഈ ബിസൽപൂർ ഡാം ഏത് സംസ്ഥാനത്തിലാണെന്നറിയോ കൂട്ടുകാർക്ക്? രാജസ്ഥാൻ സംസ്ഥാനത്തിലാണുള്ളത്. അത് ബനസ് നദിയിലാണുള്ളത്. എവിടെയാണ്? ബനസ് നദിയിലാണ് അത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഡാമാണ് മേട്ടൂർ ഡാം. ഏതാണ്? മേട്ടൂർ ഡാം തമിഴ്നാടിലാണ്, കാവേരിയിലാണുള്ളത്. എവിടെയാണുള്ളത്? കാവേരി നദിയിലാണ് മേട്ടൂർ ഡാം ഉള്ളത്. സ്ഥിരമായി വരുന്ന മറ്റൊരു ചോദ്യമാണ് ഏത്? കൃഷ്ണാർജുന സാഗർ ഡാം. കൃഷ്ണാർജുന സാഗർ ഡാം. കൃഷ്ണാർജുന സാഗർ ഡാം എവിടെയാണ്? കൃഷ്ണാർജുന സാഗർ ഡാം കാവേരിയിലാണ്. എവിടെയാണ്? കാവേരിയിലാണ്, കർണാടക സംസ്ഥാനത്തിലാണ് കൃഷ്ണാർജുന സാഗർ ഡാം എവിടെയുള്ളത് ഉള്ളത്. അതുപോലെ തന്നെ മറ്റൊന്നുണ്ടല്ലോ, നാഗാർജുന സാഗർ ഡാം. ഏതാണ്? നാഗാർജുന സാഗർ. കൃഷ്ണാർജുന സാഗർ ഡാം കാവേരിയിലും കർണാടകയിലുമാണ് എന്നുണ്ടെങ്കിൽ നാഗാർജുന സാഗർ എവിടെയാണ്? ഏത് നദിയിലാണ് നാഗാർജുന സാഗർ? അത് കൃഷ്ണ നദിയിലാണ്. എവിടെയാണ്? കൃഷ്ണ നദിയിലാണ്, തെലങ്കാനയിലാണ്. എവിടെയാണ്? തെലങ്കാനയിലാണ് നാഗാർജുന സാഗർ ഉള്ളത്. സർദാർ സരോവർ നിങ്ങൾക്കറിയാം, ഗുജറാത്തിലാണ്, നർമ്മദയിലാണ് എന്ന കാര്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഇന്ദിരാസാഗർ ഡാം നമ്മൾ ഓൾറെഡി പറഞ്ഞു, നർമ്മദ നദിയിലാണ്, മധ്യപ്രദേശിലാണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ കൃഷ്ണാർജുന സാഗർ, ഇന്ദിരാസാഗർ, നാഗാർജുന സാഗർ എന്നിങ്ങനെ സാഗർ എന്ന് പറയുന്ന 3 ഡാമുകൾ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു ഫേമസ് ആയിട്ടുള്ള ആളാരാണ്? ഹിരാക്കുഡ് ഡാം. അല്ല, നമ്മൾ പറഞ്ഞു ലാർജസ്റ്റ് എന്ന് പറഞ്ഞു. ഹിരാക്കുഡ് ഡാം അതെവിടെയാണ്? അത് ഒഡീഷ സംസ്ഥാനത്തിലാണ്. ഹിരാക്കുഡ് ഡാം എവിടെയാണ്? ഒഡീഷ സംസ്ഥാനത്തിലാണ്, മഹാനദിയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഏത് നദിയിലാണ്? മഹാനദിയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്, അല്ലേ? ഇനി ബക്രാനങ്കൽ ഡാം, മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാരാണ്? ബക്രാനങ്കൽ ഡാം. ബക്രാനങ്കൽ ഡാം എവിടെയാണുള്ളത്? അത് ഹിമാചൽ പ്രദേശ് എന്ന് പറയാറുണ്ട്. പക്ഷേ ഹിമാചൽ പ്രദേശിൻ്റെയും പഞ്ചാബിൻ്റെയും അതിർത്തിയിലാണ് എന്ത് കിടക്കുന്നത്? ബക്രാനങ്കൽ ഡാം കിടക്കുന്നത്. ഏത് നദിയിലാണ്? അത് സത്ലജ് നദിയിലാണ്. എവിടെയാണ്? ക്ഷമിക്കണം, അത് സത്ലജ് നദിയിലാണ്. സത്ലജ് നദിയിലാണ് ഈ ബക്രാനങ്കൽ ഡാം കിടക്കുന്നത്. ഹിമാചൽ പ്രദേശ് അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശ് പഞ്ചാബ് അതിർത്തി എന്നതാണ് ചോദ്യം വരാറുള്ളത്. ഇനി വേറൊരു ചോദ്യം വന്നിട്ടുള്ള ഒരു ഡാമാണ് തെഹ്രി ഡാം. അത് ഉത്തരാഖണ്ഡിലാണ് കിടക്കുന്നത്. എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്, ഭാഗീരഥി നദിയിലാണുള്ളത്. എവിടെയാണ്? ഭാഗീരഥി നദിയിലാണ് അത് കിടക്കുന്നത്. ഈ ഭാഗീരഥി നദിയിൽ ഒരു ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ട് തെഹ്രി ഡാമിന് എന്താ പറയുന്നത് ബാധിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് ഇടയ്ക്ക് എന്താണ് ചോദ്യങ്ങളിൽ ഇപ്പോൾ ഇത് വരാറുണ്ട്. അപ്പോൾ ഭാഗീരഥി നദിയുടെ ഭാഗമായിട്ടുള്ള തെഹ്രി ഡാം ഉത്തരാഖണ്ഡിലാണ് എന്ന കാര്യം കൂടി എന്ത് ചെയ്യുക കൂട്ടുകാർ, ഈ പറഞ്ഞ ഡീറ്റെയിൽസിനൊപ്പം ചേർത്ത് ആലോചിച്ച് വെക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്ത്യയിലെ ഏതാണ്ട് പ്രധാനപ്പെട്ട ചില ഡാമുകളും അത് ഏത് നദികളിലാണ് എന്നുള്ളതും അത് ഏത് സംസ്ഥാനത്താണ് എന്നുള്ളതും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടിട്ടുണ്ട്. റിഹന്ത് ഡാം UPയിലാണ്, അത് റിഹന്ത് നദിയിൽ തന്നെയാണ്. കോയ്ന ഡാം മഹാരാഷ്ട്രയിലാണ്, അത് കോയ്ന നദിയിൽ തന്നെയാണ്.
ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ ബിസൽപൂർ ഡാമുണ്ട്, അത് രാജസ്ഥാനിലാണ്, ബനസ് റിവറിലാണ്. മേട്ടൂർ ഡാം എവിടെയാണ്? തമിഴ്നാട്ടിലാണ്, അത് കാവേരി നദിയിലാണ്. കൃഷ്ണാർജുന സാഗർ ഡാം കാവേരി നദിയിലാണ്, കർണാടക സംസ്ഥാനത്തിലാണ്. നാഗാർജുന സാഗർ ഡാം കൃഷ്ണ നദിയിലാണ്, അത് തെലങ്കാനയിലാണ്. ബക്രാനങ്കൽ ഡാം ഹിമാചൽ പ്രദേശിലാണ്, അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശ് പഞ്ചാബ് അതിർത്തിയിലാണ്, സത്ലജ് നദിയിലാണ്. ഹിരാക്കുഡ് ഡാം മഹാനദിയിലാണ്, ഒഡീഷ സംസ്ഥാനത്തിലാണ്. തെഹരി ഡാം എവിടെയാണ്? അത് ഉത്തരാഖണ്ഡിലാണ്, ഭാഗീരഥി നദിയിലാണ്. കൃത്യമാണേ, സംശയങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ചോദിച്ചിട്ടുള്ളത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ് എന്നതാണ് എന്ത് ചോദ്യം. നോക്കൂ, നമ്മളിപ്പോൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ നമ്മളിപ്പോൾ പറഞ്ഞില്ലിരുന്നിട്ട് ഹിരാക്കുഡ് ഡാം ഒഡീഷയിലാണോ? തീർച്ചയായിട്ടും ഹിരാക്കുഡ് ഡാം ഒഡീഷയിലാണ്, മഹാനദിയിലാണെന്ന് നമുക്കറിയാം. സർദാർ സരോവർ ഡാം ഗുജറാത്തിലാണോ? തീർച്ചയായിട്ടുമാണ്, നർമ്മദ നദിയിൽ കൂടിയാണെന്ന് നമുക്കറിയാം. ബക്രാനങ്കൽ ഡാം, ബക്രാ ഡാം അല്ലെങ്കിൽ ബക്രാനങ്കൽ ഡാം ഹിമാചൽ പ്രദേശിലാണോ? തീർച്ചയായിട്ടുമാണ്, സത്ലജ് നദിയിലാണെന്ന് നമുക്കറിയാം. തെഹരി പക്ഷേ എവിടെയാണ്? അത് ഉത്തരാഖണ്ഡിൻ്റെ ഭാഗമാണ്, അത് മഹാരാഷ്ട്രയിലല്ല. തെഹരി ഡാം എവിടെയാണ്? തെഹരി ഡാം ഏത് നദിയിലാണ്? ഭാഗീരഥി നദിയിലാണ്. എവിടെയാണ്? ഭാഗീരഥി നദിയിലാണ് തെഹരി ഡാം എന്നുകൂടി നമുക്ക് എന്ത് ചെയ്യാം? നമുക്കറിയാവുന്നൊരു കാര്യമാണ്. ഇത് തെഹരി ഡാം ശരിക്കും എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ് എന്നുകൂടി എന്ത് ചെയ്യുക കൂട്ടുകാർ ഇതിനോടൊപ്പം ചേർത്ത് ആലോചിച്ച് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ കറക്റ്റ്ലി മാച്ച്ഡ് അല്ലാത്ത ഏതെന്ന് കഴിഞ്ഞ ചോദ്യം ചോദിച്ചപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്നുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. വിച്ച് എമംഗ് ദ ഫോളോയിങ് കൺട്രീസ് ഹാസ് ദ ലാർജസ്റ്റ് ലാൻഡ് ഏരിയ എന്നതാണ് ചോദ്യം. താഴെ തന്നിട്ടുള്ള എന്താ പറയുന്നത് രാജ്യങ്ങളിൽ ഏറ്റവും ലാൻഡ് ഏരിയ കൂടിയത് ഏത്? ചൈന, ബ്രസീൽ, ഓസ്ട്രേലിയ, കാനഡ എന്നിങ്ങനെയാണ് എന്ത് തന്നിട്ടുള്ളത്? നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. എന്താണ് കൂട്ടുകാർക്ക് കൺഫ്യൂഷൻ ഉണ്ടോ? അതോ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? എന്താണ് കൂട്ടുകാരുടെ ഒരു ഐഡിയ? ലാർജസ്റ്റ് കൺട്രീസ് എന്താണ്? ലാർജസ്റ്റ് കൺട്രീസ് ഇൻ ദ വേൾഡ് എന്ന ലിസ്റ്റ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? ഇതിലേതാണ് ഏറ്റവും അധികം ഏരിയ ഉള്ളതായിട്ട് തോന്നുന്നത് കൂട്ടുകാരെ? നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്, ഏറ്റവും വലിയ ആളാരാണ്? റഷ്യയാണ് എന്ന് നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ് അല്ല. റഷ്യയായിട്ട് കമ്പയർ ചെയ്യാൻ പോലും നമുക്ക് എന്ത് ചെയ്യില്ല, നമുക്ക് പറ്റില്ല. റഷ്യ വളരെയധികം എന്താണ് വലിപ്പമേറിയിട്ടുള്ള ഒരാളാണ് റഷ്യ എന്ന് പറയുന്നത്. രണ്ടാം സ്ഥാനം ആർക്കാണെന്നറിയോ കൂട്ടുകാർക്ക്? ചൈനയാണോ? ബ്രസീലാണോ? ഓസ്ട്രേലിയയാണോ? കാനഡയാണോ? ആരാണ് കൂട്ടുകാരെ? രണ്ടാം സ്ഥാനം കാനഡയ്ക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റിൽ റഷ്യ ഇല്ലാത്തത് കാരണം ഏറ്റവും വലിയ ലാൻഡ് ഏരിയ കാനഡയ്ക്ക് സ്വന്തമാണ് എന്ന കാര്യം ചെയ്യുക കൂട്ടുകാർ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? കാനഡ കഴിഞ്ഞാൽ അടുത്ത മൂന്നാം സ്ഥാനം USA-ക്കാണ്. അത് നിങ്ങൾ USA-യുടെ വെറുതെയുള്ള USA മാത്രം നോക്കിയാൽ പോരാ, അലാസ്ക USA-യിലാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുകൂടി കൂട്ടുകാരൻ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം അടുത്ത സ്ഥാനം, നാലാം സ്ഥാനം ആർക്കാണ്? ചൈനയ്ക്കാണ്. നാലാം സ്ഥാനം ചൈനയ്ക്കാണ്. അഞ്ചാം സ്ഥാനം ആർക്കാണ്? അഞ്ചാം സ്ഥാനം ബ്രസീലിനാണ്. ആറാം സ്ഥാനമാണ് ആർക്കുള്ളത്? ഓസ്ട്രേലിയയ്ക്കുള്ളത്. ഏഴാം സ്ഥാനം നമുക്കറിയാം ആർക്കാണ് എന്നുള്ളത്. ആർക്കാണ്? നമ്മളുടെ സ്വന്തം രാജ്യമായിട്ടുള്ള ഇന്ത്യക്കാണ്. എട്ടാം സ്ഥാനം ആർക്കാണെന്നറിയോ കൂട്ടുകാർക്ക്? എട്ടാം സ്ഥാനം അർജൻറ്റീനയ്ക്കാണ്. ആർക്കാണ്? എട്ടാം സ്ഥാനം അർജൻറ്റീനയ്ക്കാണ്. ഒൻപതാം സ്ഥാനം അറിയോ നിങ്ങൾക്ക് ആർക്കാണെന്ന്? അത് കസാഖ്സ്ഥാനാണ്. ആരാണ്? കസാഖിസ്ഥാനാണ് ഒമ്പതാം സ്ഥാനം. അൾജീരിയയ്ക്കാണ് 10ാം സ്ഥാനം. ആർക്കാണ്? അൾജീരിയയ്ക്കാണ് 10ാം സ്ഥാനം. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അപ്പോൾ ആരൊക്കെയായിരുന്നു? റഷ്യയും കാനഡയും കഴിഞ്ഞാൽ USA, ചൈന, ബ്രസീൽ, ഓസ്ട്രേലിയ, ഇന്ത്യ, ശേഷം അർജൻറ്റീന, കസാഖിസ്ഥാൻ, അൾജീരിയ എന്നിങ്ങനെയാണ് എന്ത് കിടക്കുന്നത്? വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യങ്ങളെ നമ്മൾ ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു ലിസ്റ്റ് എന്ന കാര്യം കൂട്ടുകാർ മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ? സംശയങ്ങളില്ല എന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. കത്തിയവാർ പെനിൻസുല ഈസ് എ ജിയോഗ്രഫിക്കൽ ആൻഡ് കൾച്ചറൽ എക്സ്റ്റൻഷൻ ഓഫ് എന്നതാണ് ചോദ്യം. എവിടെയാണ് കത്തിയവാർ പെനിൻസുല? നിങ്ങൾക്കറിയാമല്ലേ, ഇന്ത്യ ഇങ്ങനെ ആണല്ലോ, ഇന്ത്യ ഇങ്ങനെ പോകുന്നുണ്ടല്ലോ. ഇങ്ങനെ പോയിട്ട് മുകളിൽ ഗുജറാത്തിൻ്റെ അവിടെ എത്തിയിട്ട് എന്ത് ചെയ്യും? ഇങ്ങനൊന്നും ഉള്ളിലോട്ട് പോയി താഴത്തേക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു ഭാഗമുണ്ട് അല്ലേ. എന്നിട്ട് എങ്ങനെയാണ് ഇങ്ങനെ ഉള്ളിലോട്ട് വന്ന് അതിന് ശേഷം എന്ത് ചെയ്യും? അത് മുകളിലേക്കായിട്ട് എന്ത് ചെയ്യും? അങ്ങനെ പോകും. അതിൻ്റെ ഈ ഒരു ഭാഗമില്ലേ,
ഈ ഒരു ഭാഗമാണ് ഇത് കത്തിയവാർ പെനിൻസുല എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ പോയിട്ട് പിന്നെ അത് മുകളിലോട്ട് പോവില്ലേ ഇങ്ങനെ രാജസ്ഥാൻ. അപ്പോൾ ഈ രാജസ്ഥാൻ്റെ ഈ ഒരു എന്താ പറയുന്നത് കൾച്ചറൽ ആൻഡ് ജിയോഗ്രഫിക്കൽ എന്താണ് അവിടെ നിന്നുള്ള ഒരു എക്സ്റ്റൻഷനാണ് എന്തെന്ന് പറയുന്നത് ഈ കത്തിയവാർ പെനിൻസുല. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? ജിയോഗ്രഫിക്കൽ ആൻഡ് കൾച്ചറൽ എക്സ്റ്റൻഷൻ ഓഫ് ഏതാണ്? രാജസ്ഥാനാണ് ഈ ഒരു കത്തിയവാർ പെനിൻസുല എന്നും ചെയ്യുക കൂട്ടുകാർ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടോ? സോ കത്തിയവാർ പെനിൻസുല ഈസ് ദ ജിയോഗ്രഫിക്കൽ ആൻഡ് കൾച്ചറൽ എക്സ്റ്റൻഷൻ ഓഫ് രാജസ്ഥാൻ. ഓക്കെ ആണേ? സംശയങ്ങളില്ലല്ലോ. അടുത്ത ചോദ്യം, ദ ടിബറ്റൻ പ്ലാറ്റൂ ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് എന്നാണ് പറയുന്നത്. ഇറോഷണൽ പ്ലാറ്റൂ, വോൾക്കാനിക് പ്ലാറ്റൂ, ഡൂംഡ് പ്ലാറ്റൂ, ഇൻ്റർമോണ്ടെയിൻ പ്ലാറ്റൂ. ഇതൊക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത്. എന്താണ് കൂട്ടുകാർക്ക് തോന്നുന്നത് ഇതിൽ എന്താണ് എന്നാണ് എന്ത് ചെയ്യുന്നത് കൂട്ടുകാർക്ക് ഇത് ആവാൻ സാധ്യത എന്ന് പറയുന്നത് കൂട്ടുകാർക്ക് ഏതാണെന്നാണ് തോന്നുന്നത്? ഇറോഷണൽ പ്ലാറ്റൂസ് എങ്ങനെയാണ്? ദേ ആർ ഫോംഡ് ബൈ ദ ഇറോഷണൽ പ്രോസസ് ഓഫ് ഗ്ലേഷ്യേഴ്സ്. മനസ്സിലാവുണ്ട്? മൗണ്ടെയിൻ റേഞ്ചുകളുടെ മുകളിൽ ഗ്ലേഷ്യേഴ്സും മറ്റും പ്രവർത്തിച്ച് ഇറോഷൻ നടന്നുണ്ടാകുന്ന പ്ലാറ്റൂസാണ് ഇത് അവ. പക്ഷേ ഇതിൻ്റെ ഒരു ടിബറ്റൻ പ്ലാറ്റൂ ആ ഒരു രീതിയിലല്ല ഉള്ളത് അല്ലേ? കൂട്ടുകാർക്ക് ആ കാര്യം എന്താണ് ഏതാണ്ട് അറിയാവുന്നതാണ് എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി എന്താണ് അത് കഴിഞ്ഞിട്ട് എന്താണ് ഈ കുറേ കാലം ഇറോഷൻസ് നടന്ന് ഇങ്ങനെ ഡൈസെക്റ്റ് ചെയ്യപ്പെട്ട് ഇറോഡ് ചെയ്യപ്പെട്ടിട്ട് എന്താണ് ഒരു ഷാർപ്പ് റിലീഫ് എന്താണ് ബാക്കി കിടക്കുന്ന രീതിയിലുള്ള ഭാഗങ്ങളെയാണ് എന്ത് പറയുന്നത് ഡൂംഡ് പ്ലാറ്റൂ എന്ന് പറയുന്നത്. വോൾക്കാനിക് ഒറിജിൻ ആയിട്ടുള്ള പ്ലാറ്റൂകളെയാണ് വോൾക്കാനിക് പ്ലാറ്റൂസ് എന്ന് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? അപ്പോൾ ഈ ഡൂംഡ് പ്ലാറ്റൂ ആണോ, ഇറോഷണൽ പ്ലാറ്റൂ ആണോ, വോൾക്കാനിക് പ്ലാറ്റൂ ആണോ? അല്ല. ഇതെന്താണ്? എന്തിന് ഉദാഹരണമാണ്? ഇൻ്റർമോണ്ടെയിൻ പ്ലാറ്റൂവിന് ഉദാഹരണമാണ് ഇത് നമ്മളുടെ ടിബറ്റൻ പ്ലാറ്റൂ. എന്താണ് ഇൻ്റർമോണ്ടെയിൻ പ്ലാറ്റൂ? മൗണ്ടെയിൻ നിരകളുടെ ഇടയിൽ കിടക്കുന്ന എന്താ പറയുന്നത് പ്ലാറ്റൂ ആണ് ഇത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? കുൻലുൻ മൗണ്ടെയിൻസിൻ്റെ ഇങ്ങ് വടക്ക് ഏതാണ് കുൻലുൻ മൗണ്ടെയിൻസിൻ്റെയും ഇങ്ങ് തെക്ക് ഹിമാലയൻ മൗണ്ടെയിൻസിൻ്റെയും ഇടയിലായിട്ടാണ് ആര് കിടക്കുന്നത്? ടിബറ്റൻ പ്ലാറ്റു കിടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അതുകൊണ്ടാണ് ഇതിനെ ഇൻ്റർമോണ്ടെയിൻ പ്ലാറ്റു എന്ന പേരിൽ നമ്മൾ വിളിക്കുന്നത്. ഇൻ്റർമോണ്ടെയിൻ പ്ലാറ്റു എന്ന് നമ്മൾ വിളിക്കാനുള്ള കാരണം കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ അല്ലേ? കൃത്യമാണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയല്ലേ നമ്മൾ? അടുത്ത ചോദ്യം, ദ ഈസ്റ്റ് കോസ്റ്റ് ഓഫ് ഇന്ത്യ ഈസ് എന്നതാണ് ചോദ്യം. എന്താണ്? കോസ്റ്റ് വിത്ത് ജോഡ്സ് ആണോ? അല്ലെന്നറിയാം, കാരണം അവിടെ ഷാർപ്പല്ല. അവിടെ ഇന്ത്യ എങ്ങനെയാണ് നിങ്ങൾക്കറിയാം. ഇന്ത്യ എങ്ങനെയാണ് കുറച്ച് കിഴക്കോട്ടൊന്ന് ചെരിഞ്ഞാണ് കിടക്കുന്നത് അല്ലേ? ഇങ്ങനെ ഒരു പ്ലേറ്റ് വെച്ചാൽ എന്താണ് ഇങ്ങനെ കിടക്കുന്ന പോലെ ഇങ്ങനെയാണ് ഇന്ത്യയുടെ മുകൾ ഭാഗം ഇങ്ങനെയും ഇന്ത്യയുടെ ഇങ്ങനെ എന്താണ് താഴ്ഭാഗം ഇങ്ങനെ കിടക്കുന്നത് വെച്ചാൽ ഒന്ന് ഇങ്ങോട്ട് കിഴക്കോട്ടൊന്ന് ചെരിഞ്ഞാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇങ്ങ് വെസ്റ്റേൺ ഗാട്സിൻ്റെ ഇവിടെ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ നേരെ ഇങ്ങോട്ട് ഒഴുകാതെ അത് ഇങ്ങനെ ഒഴുകി ബംഗാൾ ഉൾക്കടലിലേക്ക് വന്ന് ചേരുന്നതിന് കാരണം എന്താണ്? ഈ വശത്തേക്ക് ഒത്തിരി ചെരിഞ്ഞാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം കിടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കിഴക്കോട്ട് ചെരിഞ്ഞിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പതുക്കെ സ്ലാൻഡിങ് ആണ്. ഇവിടേക്ക് എന്തുണ്ടാകുന്നുണ്ട്? ഡെൽറ്റകൾ ഫോം ചെയ്യുന്നുണ്ട് അല്ലേ? അല്ലാണ്ട് ഇവിടെ എന്തല്ല ഷാർപ്പല്ല. നമ്മുടെ വെസ്റ്റേൺ ഭാഗങ്ങളിലുള്ള പോലെ തന്നെ ഷാർപ്പായിട്ടുള്ള എന്താണ് റോക്കി റിട്രീറ്റിംഗ് കോസ്റ്റുകളല്ല ഇവിടെ നിന്ന് എന്ത് ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവ എങ്ങനെയാണ്? ഇവ ലോ സെഡിമെൻ്ററി കോസ്റ്റുകളാണ്. ഇവിടെ നിന്ന് വരുന്നവ സെഡിമെൻസിനെ കൊണ്ടുവന്ന് എന്തുണ്ടാക്കുന്നുണ്ട്? ഇവിടെ ധാരാളമായിട്ട് ബീച്ചുകൾ അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഡെൽറ്റ പ്ലെയിനുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആ രീതിയിൽ ലോ സെഡിമെൻ്ററി കോസ്റ്റുകളാണ് എന്ത് ചെയ്യുക കൂട്ടുകാർ മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അവ റിട്രീറ്റിംഗ് കോസ്റ്റുകളല്ല, ജോഡ്സ് ഉള്ളൊരു ഭാഗമല്ല, പകരം എന്താണ് സെഡിമെൻ്ററി കോസ്റ്റുകളാണ് എന്ന കാര്യം കൂട്ടുകാർ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ് ഹാസ് ദ ലോങ്ങസ്റ്റ് മെയിൻലാൻഡ് കോസ്റ്റ് ലൈൻ ഇൻ ഇന്ത്യ? പല തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏറ്റവും നീളമേറിയ കോസ്റ്റ് ലൈൻ ഉള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ്. ഏതാണ്? ഗുജറാത്താണ് ഏറ്റവും നീളമേറിയ കോസ്റ്റ് ലൈൻ സ്വന്തമായിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം എന്നുള്ള കാര്യം എന്ത് ചെയ്യുക കൂട്ടുകാർ കൃത്യമായിട്ട് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം എന്താണ്? വേർ ഈസ് സഹാറ ഡെസേർട്ട് ലൊക്കേറ്റഡ്? അതായത് ഇനി ഇങ്ങോട്ട് വരുന്ന ചോദ്യങ്ങൾ നമ്മൾ കൺസെപ്ച്വലി മനസ്സിലാക്കേണ്ട, ഓർത്ത് വെക്കേണ്ട, റിപ്പീറ്റായിട്ട് കുറേയധികം ഡേറ്റ വേണ്ട കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത്തരം ചില ചോദ്യങ്ങൾ ഡയറക്റ്റ് ചോദ്യങ്ങളാണ്. മനസ്സിലാവുന്നുണ്ടോ? അത് എന്ത് ചെയ്യുക? അത് ഇന്ന സ്ഥലത്താണെന്ന് അറിയുക, ഇല്ലെങ്കിൽ അറിയില്ല എന്ന പോലെയാണ്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ കൂടി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണമെന്ന് നിങ്ങളെ അറിയിക്കാനാണ് വേഗത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ഇത്തരം ഏരിയകൾ കൂടിയുള്ള ക്വസ്റ്റ്യൻസ് കൂടി പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഇവിടെ അധികം എക്സ്പ്ലനേഷൻസിൻ്റെ ആവശ്യമില്ല പല ക്വസ്റ്റ്യൻസിനും, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നത്. സഹാറ ഡെസേർട്ട് എവിടെയാണ് കൂട്ടുകാരുള്ളത്?
നോർത്ത് ആഫ്രിക്കയിലാണ്. സൗത്ത് ആഫ്രിക്കയിലാണോ? തീർച്ചയായിട്ടും സദേൺ സൈഡിലല്ല, ഇറാനിലല്ലെന്നും ഓസ്ട്രേലിയയിലല്ലെന്നും നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആഫ്രിക്കയിലാണെന്ന് എന്തായാലും ബോധ്യം വേണം. നോർത്ത് ആഫ്രിക്കയിലാണ് എന്ന് നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നോർത്ത് ആഫ്രിക്കയിലാണ് ഏത്? സഹാറ ഡെസേർട്ട് കിടക്കുന്നത്. സഹാറ ഡെസേർട്ടിൽ പുതിയതായിട്ട് അവിടെ കൂടുതൽ പച്ചപ്പ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റുകൾ നടക്കുന്നുണ്ട്. സഹാറ ഡെസേർട്ടിൽ നിന്നുള്ള മണൽ എന്താണ്? അതായത് ഇവിടെയാണ് ആഫ്രിക്ക എന്ന് നിങ്ങൾ വിചാരിക്കും. ഇങ്ങനെ ആഫ്രിക്കയുണ്ട്, ഇവിടെയാണ് എന്ത് കിടക്കുന്നത്? തെക്കേ അമേരിക്ക കിടക്കുന്നത്, അല്ലേ? തെക്കേ അമേരിക്ക ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇവിടെയാണ് ബ്രസീൽ കിടക്കുന്നത്. ഈ ഭാഗത്തു നിന്ന് എന്താണ്? ആമസോൺ കാടുകളുണ്ട് എന്ന് നിങ്ങൾക്കറിയാം, അല്ലേ? ആമസോൺ നദി ഒഴുകുന്നുണ്ട്, ആമസോൺ കാടുകളുണ്ട്. ഇവിടെയുള്ള കിടക്കുന്നതാണ് ഏത്? സഹാറ ഡെസേർട്ട് കിടക്കുന്നത്, അല്ലേ? ഈ ഭാഗത്താണ് സഹാറ ഡെസേർട്ട് ഏതാണ് കിടക്കുന്നത്. ഇവിടെ നിന്ന് ഈ പൊടിപടലങ്ങൾ പോയിട്ട് എന്താണ് ഇവിടെ എത്തിയിട്ട് ഈ ആമസോൺ കാടുകൾക്ക് എന്താണ് ഗുണമാകുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു പരിപാടിയുണ്ട്. അതൊരിക്കലും UPSC ക്വസ്റ്റനിലൊക്കെ വന്നിട്ടുള്ള കാര്യമാണ്. ഇത്തരം ന്യൂസുകളൊക്കെ നിങ്ങൾ കാണുമ്പോൾ എന്ത് ചെയ്യുക? ഇവയുടെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ കൂടി ഒന്ന് എന്ത് ചെയ്യുക? വെറുതെ ഫോണിലൊന്ന് ഗൂഗിൾ ചെയ്ത് അറിയാൻ പറ്റും. എവിടെയാണ് ആമസോൺ കാടുകൾ, എവിടെയാണ് സഹാറ മരുഭൂമി കിടക്കുന്നത്. അത് ഇത്തരത്തിലുള്ള പല ചോദ്യങ്ങളും വരാനുള്ള കാരണം എന്താ കൂട്ടുകാർ? ഈ ഇന്ന വർഷങ്ങളിൽ ഇത് വരാൻ കാരണം ആ വർഷങ്ങളിൽ എവിടെയെങ്കിലും ഇവ എന്ത് ചെയ്തിട്ടുണ്ടാകും? ചർച്ചയായിട്ട് വന്നിട്ടുണ്ടാകും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരം ചോദ്യങ്ങൾ വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കറണ്ട് അഫെയർസുമായി ബന്ധപ്പെടുത്തി കൂടി ജിയോഗ്രഫി എന്ത് ചെയ്യേണ്ടതുണ്ട്? കൂട്ടുകാർ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഡെസേർട്ട് ഇൻ ഇന്ത്യ എന്നതാണ് ചോദ്യം. ഇന്ത്യയിലല്ലാത്ത ഡെസേർട്ട് ഏത്? സ്പിതി വാലി കോൾഡ് ഡെസേർട്ട് അറിയാം നമുക്ക്, ഒരുപാട് പേര് നിങ്ങൾ ട്രിപ്പ് പോയതായിരിക്കും. ഥാർ ഡെസേർട്ട് ഇന്ത്യയുടെ ഡെസേർട്ടാണ്. റാൻ ഓഫ് കച്ച് ഇന്ത്യയിലുള്ളതാണ്, അറിയാം. ബാക്കിയുള്ളത് ഏതാണ്? ഇൻഡസ് വാലി ഡെസേർട്ട്. ഇൻഡസ് വാലി ഡെസേർട്ട് ഇപ്പോൾ ഇന്ത്യയിലല്ല ഉള്ളത്. ഇൻഡസ് വാലി എന്ന് കേട്ടിട്ട് ചാടി കയറിയിട്ട് അത് ഇന്ത്യയിലാണല്ലോ എന്ന് വിചാരിച്ചിരിക്കരുത്. ഇൻഡസ് വാലി നമ്മുടെ ഇന്ത്യയിലല്ല ഇപ്പോൾ എന്നുള്ള ലോജിക്ക് ഉപയോഗിക്കാനായിട്ട് അവിടെ ശ്രമിക്കുക. അടുത്ത ഏതാ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ ട്രാൻസ് കോണ്ടിനെൻ്റൽ? ട്രാൻസ് കോണ്ടിനെൻ്റൽ കൺട്രി അല്ലെങ്കിൽ കൺട്രീസ്. താഴെ തന്നിട്ടുള്ളവയിൽ ട്രാൻസ് കോണ്ടിനെൻ്റൽ കൺട്രി അല്ലെങ്കിൽ കൺട്രീസ് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്നൊരു ആൻസറാണ്. കാരണം എന്താണ്? ടർക്കി ഉണ്ട്, അല്ലേ? ടർക്കി നമ്മൾ കോൺസ്റ്റാന്റിനോപ്പിളിനെ കുറിച്ചൊക്കെ ധാരാളമായി സംസാരിച്ചിട്ടുണ്ട്. ടർക്കി അല്ലെങ്കിൽ എന്താണ്? ജോർജിയ. നമ്മൾ കേരള ഹിസ്റ്ററി പഠിച്ച സമയത്ത് പോലും നമ്മൾ ടർക്കിയെക്കുറിച്ചും കോൺസ്റ്റാന്റിനോപ്പിളിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, ജോർജിയ ഇതാ ഇവിടെയാണ് ജോർജിയ കിടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ടർക്കി ഇതാ ഇവിടെയാണ് കിടക്കുന്നത്. ടർക്കി ഇവിടെയായിട്ടാണ് കിടക്കുന്നത്. ടർക്കിയുടെ അതിർത്തി നിങ്ങൾക്ക് ഏതാണ്ട് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ മുതൽ ഇറാൻ തുടങ്ങുകയാണ്. ഇങ്ങനെ എന്താണ്? ഇറാൻ ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ എന്താണ്? അസർബൈജാൻ കിടക്കുന്നുണ്ട്. മനസ്സിലാകുന്ന കൂട്ടുകാർക്ക് ഇവിടെ അർമേനിയ കിടക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ? റഷ്യൻ ഫെഡറേഷൻ താഴത്തോട്ട് കുറച്ച് ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ? ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അതായത് ബ്ലാക്ക് സീയുടെയും ഇപ്പുറത്ത് കാസ്പിയൻ സീയുടെയും ഇടയിലുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ കൂട്ടുകാരെ, ഇത് അറിയപ്പെടുന്നത് തന്നെ ഏത് പേരിലറിയോ? അതായത് നിങ്ങൾ പലപ്പോഴും ന്യൂസ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. എന്താണ്? കോക്കസ് റീജിയൻ എന്ന പേരിൽ പറയും. ഏതാണ്? കോക്കസസ് റീജിയൻ എന്ന പേരിൽ ഇത് വളരെ ഫേമസ് ആണ്. കോക്കസസ് റീജിയൻ എന്ന പേരിൽ ഈ ഒരു ഭാഗം വളരെ ഫേമസ് ആണ്. ബ്ലാക്ക് സീയുടെയും കാസ്പിയൻ സീയുടെ ഇടയിലുള്ള ഈ ഭാഗത്തിനെയാണ്. നോക്കൂ, ഗ്രേറ്റർ കോക്കസസ് മൗണ്ടെയിൻസ് കണ്ടോ? ഇതൊരു മൗണ്ടെയിൻ റേഞ്ചാണ്. ഇത് ഗ്രേറ്റർ കോക്കസസ് മൗണ്ടെയിൻ എന്നാണ് ഈ പോകുന്ന മൗണ്ടെയിൻ റേഞ്ചിലെ ഇത് അറിയപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതേതാണ്? ലെസ്സർ കോക്കസസ് മൗണ്ടെയിൻ ആണ് ഈ ഇങ്ങനെ പോകുന്ന സാധനം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അർമേനിയയുടെ, അസർബൈജാൻ്റെ, ജോർജിയയുടെ ഈ ഭാഗത്തൊക്കെയാണ് ഏത് കോക്കസസ് റീജിയൻ എന്ന് ഓർക്കുക. ഇത് എന്താണ്? ഒരിക്കൽ ഏത് എക്സാമാണെന്ന് എനിക്ക് ഓർമ്മയില്ല, കോക്കസസ് റീജിയൻ ഓപ്ഷൻസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. 2-3 തവണ ഞാൻ ഓപ്ഷൻസിൽ കണ്ടിട്ടുണ്ട്. അതായത് ഇങ്ങനെ ചോദിക്കും, ഏതെങ്കിലും ഒരു രാജ്യമോ എന്തെങ്കിലും തരും, എന്നിട്ട് അത് ഏത് റീജിയനിലാണെന്ന് ചോദിക്കും. പ്രത്യേകിച്ച് റഷ്യ യുക്രൈൻ ഇഷ്യൂ ഒക്കെ നടക്കുന്ന സമയത്ത് ഈ ബ്ലാക്ക് സീയുടെ മുകളിലായിട്ടാണ് നമ്മുടെ യുക്രൈൻ കിടക്കുന്നത്, അല്ലേ? അതൊക്കെ കൊണ്ട് ഈ റീജിയനൊക്കെ ഇമ്പോർട്ടൻ്റ് ആവാൻ സാധ്യതയുണ്ട്. ഇനി ഈ ഒരു ടർക്കി അതുപോലെ തന്നെ ജോർജിയ, നോക്കൂ, ജോർജിയ ടർക്കി ഏതാണ്? ഈ ഭാഗത്താണ് വരുന്നത്. ഇവിടെയാണ് ഈസ്റ്റേൺ യൂറോപ്പിൻ്റെ അവസാനം, ഇവിടെയാണ് ഏഷ്യയുടെ തുടക്കമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലേ? അതുകൊണ്ട് തന്നെ ജോർജിയയെയും ടർക്കിയെയും യൂറോപ്പിൻ്റെയും ഏഷ്യയുടെയും അതിർത്തിയിലുള്ള ആളുകൾ എന്ന രീതിയിൽ ട്രാൻസ് കോണ്ടിനെൻ്റൽ കൺട്രീസ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് ടർക്കി ആൻഡ് ജോർജിയ എങ്ങനെയാണ്? ട്രാൻസ് കോണ്ടിനെൻ്റൽ കൺട്രീസ് എന്ന പേരിൽ നമ്മൾ അവയെ വിളിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കൂട്ടുകാർ എന്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്? ഈ ഒരു ഭൂപടം, ഈ ഒരു മാപ്പ് കൃത്യമായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്? കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ അല്ലേ? സംശയങ്ങളില്ലല്ലോ? കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത ചോദ്യം,
ഏതാണ്? ദ റാഡ്ക്ലിഫ് ലൈൻ ഹാസ് ബിക്കം ദ ഇൻ്റർനാഷണൽ ബോർഡർ ഓഫ്, വളരെ ഫേമസ് ആയിട്ടുള്ള ലൈനാണ്. അതിൽ പ്രത്യേകിച്ച് ചോദ്യങ്ങളൊന്നുമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ത്യ പാകിസ്ഥാനിൻ്റെ എന്താണ് അതിർത്തിയാണ് റാഡ്ക്ലിഫ് ലൈൻ എന്ന് കൂട്ടുകാർക്ക് അറിയാം. ദുരന്ത് ലൈൻ ഡിവൈഡ്സ് വിച്ച് ടു കൺട്രീസ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ അറിയോ, ഈ അടുത്ത് താലിബാൻ ടേക്ക് ഓവർ ചെയ്തതിന് ശേഷം താലിബാൻ ആദ്യമായിട്ട്, അഫ്ഗാനിസ്ഥാനിൽ വന്ന താലിബാൻ ആദ്യമായിട്ട് പറഞ്ഞത് ദുരന്ത് ലൈൻ ഞങ്ങൾ അംഗീകരിക്കില്ല എന്നാണ്. അത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ്. ദുരന്ത് ലൈൻ ഞങ്ങളുടേതല്ല. അതായത് പലയിടങ്ങളിലും എന്ത് ചെയ്യേണ്ടതുണ്ട്? അതിർത്തി, അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തി മാറ്റി വരയ്ക്കേണ്ടതുണ്ട്. അതായത് പാകിസ്ഥാൻ എല്ലാവിധ സപ്പോർട്ടുകളും താലിബാന് കൊടുത്തുകൊണ്ട് അവരെ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ പാകിസ്ഥാൻ വിചാരിച്ചത് ഇനി എന്താണ്, അഫ്ഗാനിസ്ഥാൻ തങ്ങളുടെ കയ്യിൽ നിൽക്കുമെന്നാണ്. പക്ഷേ ഇപ്പോൾ എന്ത് മനസ്സിലാവുന്നുണ്ട്? പാകിസ്ഥാനിൽ ഇഷ്യൂ ഉണ്ടാക്കി കൊടുക്കുന്ന തെഹരീക്കെ താലിബാൻ പാകിസ്ഥാൻ എന്ന് പറയുന്നൊരു വേറൊരു താലിബാനുണ്ട്. അവരും താലിബാനും അഫ്ഗാനിസ്ഥാനിലെ താലിബാനും കൂടി എന്താണ് ഇപ്പോൾ ഏതാണ്ട് എന്താണ് പല കാര്യങ്ങളിലും സഹകരിച്ചു കൊണ്ട് പ്രവർത്തിക്കാനും പാകിസ്ഥാന് മൊത്തത്തിൽ തലവേദനയായി മാറിക്കൊണ്ടിരിക്കുക. പണ്ട് ഹിലാരി ക്ലിൻ്റൺ പറഞ്ഞ പോലെ നിങ്ങൾ വീട്ടിൽ പാമ്പിനെ വളർത്തിയാൽ ഒരു ദിവസം അത് നിങ്ങളുടെ എന്താണ്, നിങ്ങളുടെ എവിടെയാണ് പിന്നിൽ, വീടിൻ്റെ പിന്നിൽ കുറേ പാമ്പിനെ വളർത്തിയാൽ ഏതെങ്കിലും ഒരു ദിവസം അത് നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി വരില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റില്ല എന്ന് പണ്ടൊരിക്കലും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹിലാരി ക്ലിൻ്റൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പാകിസ്ഥാൻ ടെററിസം ഒരു ആയുധമായിട്ട് ഉപയോഗിച്ചാൽ ഒരു ദിവസം ആ ടെററിസം തിരിഞ്ഞ് നിങ്ങളെയും കൊത്തും എന്ന് ചെയ്യേണ്ടതുണ്ട്, നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണെന്ന് ഹിലാരി ക്ലിൻ്റൺ എന്ത് ചെയ്തത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇപ്പോൾ പാകിസ്ഥാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് കൂട്ടുകാരെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലുള്ള ദുരന്ത് ലൈൻ എന്താണ്, അത് അഫ്ഗാനിസ്ഥാൻ താലിബാൻ അംഗീകരിക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? പകരം എന്ത് ചെയ്യുകയാണ്, മൊത്തത്തിൽ ചർച്ച നടത്തിയിട്ട് ഒരുപാട് സ്ഥലങ്ങൾ എന്താണ് മാറ്റി വരയ്ക്കണം. നമ്മുടെ ബലൂചിസ്ഥാനൊക്കെ ഇല്ലേ, ബലോചിസ്ഥാൻ, ഈ ബലോചിസ്ഥാൻ്റെ ഏരിയയിലും മറ്റ് പലയിടങ്ങളിലും എന്ത് ചെയ്യുകയാണ്, അവർ പല മാറ്റങ്ങളും വരുത്തേണ്ടതുണ്ട് എന്നെന്ത് ചെയ്യുകയാണ്, പറയുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ദുരന്ത ലൈന് ഇപ്പോൾ എവിടെ ശക്തമായിട്ടുള്ള ന്യൂസിലുണ്ട്, നമ്മളുടെ ന്യൂസുകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന് കൂട്ടുകാർ മനസ്സിലാക്കുക. ഇനി അടുത്ത് നോക്കൂ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ് ലൈ എലോങ് ദ ബോർഡർ ഓഫ് പാകിസ്ഥാൻ, പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന താഴെ തന്നിട്ടുള്ളവയിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ അറിയാം ഏതാണ് ഹരിയാന ഇല്ലെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയണം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഹരിയാന മറ്റൊരു സ്ഥലത്താണ്, അതിനിപ്പുറത്താണ് പഞ്ചാബ്. ഹരിയാന പാകിസ്ഥാനുമായിട്ട് ബന്ധമില്ല എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടി. അപ്പോൾ ഡി ഇല്ലാത്ത ആൻസറാണ്. ഡി ഇതിലുണ്ട് അപ്പോൾ ഇതല്ല, ഡി ഇതിലുണ്ട് അപ്പോൾ ഇതല്ല, ഡി ഇതിലുണ്ട് അപ്പോൾ ഇതല്ല. ആൻസർ ഏതാണ്? 2 ABC മാത്രമാണ് ആൻസർ. ഗുജറാത്ത്, പഞ്ചാബ്, രാജസ്ഥാനാണ് ഏത്, പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളെന്ന് ഇതോടുകൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇനി എന്താണ് അടുത്ത ചോദ്യം? ദ ഡാഷ് റേഞ്ച് പ്രാക്ടിക്കലി ഫോംസ് ദ ബൗണ്ടറി ബിറ്റ്വീൻ നോർത്ത് ആൻഡ് സൗത്ത് ഇന്ത്യ. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള പല തവണ റിപ്പീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏത് മൗണ്ടെയിൻ റേഞ്ചാണ് നോർത്ത് ഇന്ത്യ എന്നും സൗത്ത് ഇന്ത്യ എന്ന പേരിലും കൃത്യമായി തിരിക്കുന്ന പോലെ കിടക്കുന്ന മൗണ്ടെയിൻ റേഞ്ച് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഒന്ന് മാത്രമേ ഉള്ളൂ. അത് ഏതാണ്? വിന്ധ്യ പർവ്വതനിരകളാണ് അല്ലേ. ഹിമാദ്രി എവിടെയാണ് കൂട്ടുകാരെ? ഹിമാദ്രി മുകളിലാണ് കിടക്കുന്നത് അല്ലേ, അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ശിവാലിക് റേഞ്ച് അതിൻ്റെ പാരലായിട്ട് താഴെയാണ് കിടക്കുന്നത്. സഹ്യാദ്രി എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴത്തേക്ക് അങ്ങനെയാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് നോക്കുന്ന സമയത്ത് എന്താണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഇതൊന്നും അല്ലെന്ന്. ഏതാണ്? വിന്ധ്യൻ മാത്രമേ ഇപ്പോൾ ആൻസർ ഉള്ളൂ. അതുകൊണ്ട് ഏതാണ്? വിന്ധ്യ പർവ്വതനിരകളാണ് നോർത്ത് എന്നും സൗത്ത് എന്നും ഇന്ത്യയെ ഡിവൈഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന പർവ്വതനിര. ഓക്കെ ആണല്ലോ. അടുത്ത് നോക്കൂ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഹാസ് മിനിമം ഏരിയ. എന്താ ചോദ്യം? മിനിമം ഏരിയ. താഴെ തന്നിട്ടുള്ള സംസ്ഥാനങ്ങളിൽ മിനിമം ഏരിയയുള്ള സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. ഇവിടെ എന്തിനാണ് ചോദ്യം തന്നിട്ടുള്ളത്? നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാനാണ് തന്നിട്ടുള്ളത്. കാരണം ഉത്തർപ്രദേശ് എന്ന് കാണുമ്പോൾ ഈ ഉത്തർപ്രദേശ് വലിയ സ്ഥലമാണല്ലോ, 10-22 കോടി ആൾക്കാർ താമസിക്കുന്നതല്ലേ എന്നൊരു ചിന്ത മനസ്സിലേക്ക് പോവുകയും ഉത്തർപ്രദേശ് നിങ്ങളല്ലെന്ന് ഉറപ്പിക്കുകയും ചെയ്യും ആദ്യം തന്നെ. ആൻസർ ഏതാ അറിയോ കൂട്ടുകാരെ? ഉത്തർപ്രദേശാണ് ആൻസർ. ഈ തന്ന സംസ്ഥാനങ്ങളിൽ ഏരിയ കുറഞ്ഞ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. മനസ്സിലാവുന്നുണ്ടോ? രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്രയൊക്കെ കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്? ഉത്തർപ്രദേശ് വരുന്നത് എന്ന കാര്യം കൂട്ടുകാരെ മനസ്സിലാക്കുക. അപ്പോൾ താഴെ തന്നിട്ടുള്ള സംസ്ഥാനങ്ങളിൽ മിനിമം ഏരിയ ആർക്കാണ്? ഉത്തർപ്രദേശിനാണ് എന്ന് കൂട്ടുകാരെ മനസ്സിലാക്കുക. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് ഡസ് നോട്ട് ഷെയർ ലാൻഡ് ബൗണ്ടറീസ് വിത്ത് ഇന്ത്യ. താഴെ തരുന്ന രാജ്യങ്ങളിൽ ലാൻഡ് ബൗണ്ടറി ഇന്ത്യയുമായിട്ട് ഷെയർ ചെയ്യാത്ത രാജ്യം ഏത്? എളുപ്പ ആൻസറാണ് ശ്രീലങ്ക. ഇതിൽ പ്രത്യേകിച്ചൊരു ചർച്ചയുടെ ആവശ്യമില്ല. അടുത്ത ഏതാ? വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് ഡസ് നോട്ട് ഷെയർ ഇറ്റ്സ് ലാൻഡ് ബൗണ്ടറി വിത്ത് ഇന്ത്യ എന്നതാണ് ചോദ്യം. ഏതാണ് കൂട്ടുകാരെ താഴെ തന്നിട്ടുള്ളവയിൽ? ബംഗ്ലാദേശ്, ചൈന, മ്യാൻമാർ, തജിക്കിസ്ഥാൻ,
ഉത്തരത്തിൻ്റെ പ്രശ്നമില്ലല്ലോ. തജിക്കിസ്ഥാൻ. അപ്പോൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ലോട്ടറി ചോദ്യങ്ങളാണ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലേ. അത് ആലോചിക്കുക. വിച്ച് ഓഫ് ദ ഇന്ത്യൻ സ്റ്റേറ്റ്സ്, ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏതാണ് ഷെയർസ് ബൗണ്ടറി വിത്ത് ചൈന, നേപ്പാൾ ആൻഡ് ഭൂട്ടാൻ? ചൈനയുമായും നേപ്പാളുമായും ഭൂട്ടാനുമായിട്ടും അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏത്? ആൻസർ വളരെ എളുപ്പമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു, ആ ഭാഗം അറിയുമെങ്കിൽ. കാരണം എന്താണ്, ഇവരെല്ലാവരുമായിട്ടും, പ്രത്യേകിച്ച് ഭൂട്ടാനാണ് ഇവിടുത്തെ പ്രധാന പോയിന്റ്. ഭൂട്ടാൻ ഇങ്ങനെ മുകളിലാണ് കിടക്കുന്നത് അല്ലേ. ഭൂട്ടാനുമായിട്ട് അതിർത്തി പങ്കിടുന്നത് തൊട്ടിപ്പുറത്ത് വരുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ അല്ലേ. അതിൻ്റെ ഇപ്പുറത്താണ് എന്ത് കിടക്കുന്നത്, നേപ്പാൾ ഇവിടെയാണ്, ഭൂട്ടാൻ ഇവിടെയാണ്. അപ്പോൾ ഇവർ പേരുമായിട്ട് അതിർത്തി പങ്കിടാൻ എന്താണ്, ഒന്നില്ലെങ്കിൽ എന്താണ് ഇങ്ങനെ കിടക്കുന്ന വെസ്റ്റ് ബംഗാൾ ആയിരിക്കണം. ഇങ്ങനെ താഴത്തോട്ട് എന്ത് കിടക്കുന്നുണ്ട്, വെസ്റ്റ് ബംഗാൾ കിടക്കുന്നുണ്ട് അല്ലേ. ഇങ്ങനെ താഴത്തോട്ട് വെസ്റ്റ് ബംഗാൾ കിടക്കുന്നുണ്ട്. ഇവിടെ ആരുടെ, സിക്കിം കിടക്കുന്നുണ്ട് അല്ലേ. ഇതിനോടൊപ്പം എന്തുകൂടി ചോദിച്ചിട്ടുണ്ട്, ചൈനയുമായിട്ട് എന്നുകൂടി ചോദ്യമുണ്ട്. ചൈന എവിടെയാണ്, മുകളിലാണ് കിടക്കുന്നത്. അപ്പോൾ ചൈനയുമായിട്ടും നേപ്പാളുമായിട്ടും ഭൂട്ടാനുമായിട്ടും അതിർത്തി പങ്കിടണമെങ്കിൽ അത് വെസ്റ്റ് ബംഗാളിന് പറ്റില്ല. അത് ആർക്ക് മാത്രമേ പറ്റുള്ളൂ കൂട്ടുകാരെ, അത് സിക്കിമിന് മാത്രമേ പറ്റുള്ളൂ എന്ന കാര്യം കൂട്ടുകാർ മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നേപ്പാൾ ഇങ്ങനെ, ചൈന മുകളിൽ കിടക്കുന്നു, ഭൂട്ടാൻ ഇവിടെ കിടക്കുന്നു. 3 പേരുമായിട്ട് അതിർത്തി പങ്കിടുന്നത് ആരാണ്, സിക്കിം മാത്രമാണ്. സോ സിക്കിമാണ് നമ്മുടെ ആൻസർ. ഇനി ഞാനൊരു കാര്യം പറയുകയാണ്. ഇങ്ങനെ ഒരു പട്ടിക നമ്മൾ കൊടുത്തിട്ടുണ്ട്, ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇവിടെ തരികയാണ്. ഈ പട്ടിക എന്ത് ചെയ്യുക, കൃത്യമായി ഓർത്ത് വയ്ക്കുക. കാരണം എല്ലാ SSC എക്സാമുകളിലും റെയിൽവേ എക്സാമുകളിലും ഇപ്പോൾ സ്റ്റേറ്റുകളും അതിർത്തി രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ബന്ധം പരീക്ഷിക്കുന്ന ആ മാപ്പിൻ്റെ ഒരു നോളജ് നിങ്ങൾക്കുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ ധാരാളമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ പട്ടിക കൃത്യമായി ഓർത്ത് വയ്ക്കുക. അഫ്ഗാനിസ്ഥാനുമായിട്ട് നമ്മൾ അതിർത്തി പങ്കിടുന്നുണ്ട്. കാരണം POK എന്താണ്, പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ നമ്മുടേതാണ്. അതുകൊണ്ട് തന്നെ ജമ്മു ആൻഡ് കാശ്മീർ അഫ്ഗാനിസ്ഥാനുമായിട്ടും അതിർത്തി പങ്കിടുന്നുണ്ട് എന്ന കാര്യം ആലോചിക്കുക. പിന്നെ ബാക്കിയുള്ള നൈബറിങ് കൺട്രീസും ആ കൺട്രീസുമായി അതിർത്തി പങ്കിടുന്ന നമ്മളുടെ സംസ്ഥാനങ്ങളും അടങ്ങുന്ന ഈ പട്ടിക വളരെ കൃത്യമായി പഠിച്ചു വയ്ക്കുക, മനസ്സിൽ എന്ത് ചെയ്യുക, ഉറപ്പിക്കുക. സോ ദാറ്റ് ചോദ്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ചോദ്യം മാത്രമല്ല വന്നിട്ടുണ്ടായിരുന്നത്, വേറെയും ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. നോക്കൂ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ ഡസ് നോട്ട് ഷെയർ എനി ബൗണ്ടറി വിത്ത് നേപ്പാൾ? നേപ്പാളുമായി അതിർത്തി പങ്കിടാത്ത സംസ്ഥാനം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ത്രിപുര പങ്കിടുന്നുണ്ടോ? ത്രിപുര പങ്കിടുന്നില്ല, ഉറപ്പാണ്. നോക്കൂ, ഈ പട്ടികയിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നേപ്പാളുമായിട്ട് അതിർത്തി പങ്കിടുന്നത് ആരൊക്കെയാണ്? ബീഹാർ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, സിക്കിം എന്നിവരാണ് എന്ത് ചെയ്യുന്നത്. അതിൽ ത്രിപുര ലിസ്റ്റ് ഉണ്ടോ? ത്രിപുര ഇല്ല. അതുകൊണ്ട് എന്താണ്, നമുക്ക് എളുപ്പത്തിൽ ആ പട്ടിക അറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർത്ത് വയ്ക്കാൻ പറ്റും. ഇനി മാപ്പ് ഓർമ്മയുണ്ടെങ്കിൽ ഇത് വളരെ എളുപ്പമാണ്, ആ പട്ടികയൊന്നും ഓർത്ത് വയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷേ മാപ്പ് ഓർമ്മയില്ലെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞത്. അടുത്ത ചോദ്യം നോക്കൂ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ് ഡസ് നോട്ട് ഷെയർ ലാൻഡ് ബൗണ്ടറി വിത്ത് നേപ്പാൾ? എഗെയിൻ നേപ്പാളാണ്. കാരണം നേപ്പാളുമായിട്ടുള്ള അതിർത്തിയിൽ ചില തർക്കങ്ങൾ, ലിപു ലേക്ക് പാസിൻ്റെ അവിടെയൊക്കെ ഇഷ്യൂസ് വന്ന സമയമായിരുന്നു. അതുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ നേപ്പാളുമായി ബന്ധപ്പെട്ട് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? അതാണ് ഞാൻ പറഞ്ഞത്, കറണ്ട് അഫെയർസുമായി ബന്ധപ്പെട്ട് കൂടി ജിയോഗ്രഫി പഠിക്കണം എന്ന് പറഞ്ഞത്. ഇനി നോക്കൂ, നേപ്പാളുമായി അതിർത്തി പങ്കിടാത്ത താഴ്ത്തണ്ടിൽ ഏതാണ്? വെസ്റ്റ് ബംഗാൾ ആ ലിസ്റ്റിലുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ഉത്തരാഖണ്ഡ് ഉണ്ട്, ബീഹാർ ഉണ്ട്. ആരാണ്? ജാർഖണ്ഡ് മാത്രം അതിർത്തി പങ്കിടുന്നില്ല. ബീഹാറിൻ്റെ താഴെയല്ലേ ജാർഖണ്ഡ്. അപ്പോൾ എങ്ങനെ ജാർഖണ്ഡ് വരും അല്ലേ? ഇതെന്ത് ചെയ്യുക, ഓർക്കുക. അപ്പോൾ ഈ രീതിയിൽ അതിർത്തികളുമായി ബന്ധപ്പെട്ട ധാരാളം ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ പട്ടിക കൃത്യമായിട്ട് പഠിക്കാനായിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ഒരു ദീർഘമായിട്ടുള്ള ചർച്ചയാണ് നടന്നിട്ടുള്ളത്. ബാക്കി ഏതെങ്കിലും പോർഷൻ ബാക്കി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട ബാക്കി ചർച്ചകൾ തുടരാം. ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ഈ ഒരു ദീർഘമായിട്ടുള്ള ചർച്ച നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ബാക്കി ചില പാർട്ടുകൾ നമ്മൾ വിട്ടു പോയിട്ടുണ്ടാവും തീർച്ചയായിട്ടും. പക്ഷേ ദീർഘമായ ചർച്ചയിൽ നമ്മൾ കുറേയധികം ഭാഗങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. ഒരു എന്താ പറയുക, നമ്മളുടെ സ്റ്റാർസിനെ കുറിച്ച്, പ്ലാനറ്റ്സിനെ കുറിച്ച്, വേൾഡ് ജിയോഗ്രഫിയുടെ ഭാഗങ്ങൾ, ഇന്ത്യൻ ജിയോഗ്രഫിയുടെ ഭാഗങ്ങളൊക്കെ ആയിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. കൃത്യമായി റിവൈസ് ചെയ്ത് ഉപയോഗപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുക, അടുത്ത എക്സാമിന് പോകാനായിട്ട് കൂട്ടുകാരെ ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? താങ്ക് യു എവരിവൺ.